നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലിപ്പിഡ്സിനെ പറ്റിയാണ്. എന്താണ് ലിപ്പിഡ്സ്? നമ്മുടെ ബോഡിയിൽ കുറേ അധികം മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? അതൊക്കെ എന്തിനാണ്? ഈ മോളിക്യൂൾസ് എല്ലാം ചേർന്ന് കോമ്പൗണ്ട് ഫോർമേഷൻ ഒക്കെ നടത്തി അവ നമ്മുടെ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസിന്റെ ഒക്കെ കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർഗനൽസിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അധികം മോളിക്യൂൾസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, വൈറ്റമിൻസ്, ന്യൂക്ലിയോടൈഡ്സ് പോലെയുള്ളവയൊക്കെ അതിൽ പെടുന്നതാണ്. അതിനകത്ത് ഒരാളാണ് നമ്മുടെ ലിപ്പിഡ്സ്. ആ ലിപ്പിഡ്സിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ അവർക്കും കുറേ ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ ബയോളജിക്കലി ഒക്കെ. അതിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പോകാം. നമ്മൾ മെയിൻ ആയിട്ട് കമ്പോണൻസും സ്ട്രക്ചറും ക്ലാസിഫിക്കേഷനും പിന്നെ ഫങ്ഷൻസ് ചെറുതായിട്ട് അതിൻ്റെ ഒരു ബ്രീഫ് ഏരിയ ആണ് നമ്മളിന്ന് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ലിപ്പിഡ്സ് എന്താണെന്ന് നോക്കാം. ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫാറ്റി ആസിഡും ഗ്ലിസറോളും ചേർന്നിട്ടുണ്ടാകുന്ന ഒരു എസ്റ്റർ ആണ് ലിപ്പിഡ്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും നമ്മൾ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ പഠിച്ചിട്ടില്ലേ? എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്താ? ഒരു എസ്റ്റർ ഫോർമേഷൻ ആണ്. അതായത് ഒരു ആസിഡിനെ എടുക്കുന്നു, ഒരു ആൽക്കഹോളിനെ എടുക്കുന്നു. അവർക്ക് ആസിഡിനുള്ള COOH ഗ്രൂപ്പും ആൽക്കഹോളിനുള്ള OH ഗ്രൂപ്പും ആണല്ലോ. അങ്ങനെയുള്ള രണ്ട് കോമ്പൗണ്ട്സിനെ ചേർത്തിട്ട് അവരുടെ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഒരു എസ്റ്റർ ബോണ്ടിന്റെ ഫോർമേഷൻ നടക്കും. COO ബോണ്ട് ഫോർമേഷൻ. അതുവഴി ഉണ്ടാകുന്ന കോമ്പൗണ്ടാണ് എസ്റ്റർ. അപ്പൊ ഇവിടെയാണെങ്കിലോ ഒരു ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ആസിഡും ഗ്ലിസറോൾ എന്ന് പറയുന്ന ആൽക്കഹോളും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ലിപ്പിഡ്സ് എന്ന് പറയുന്ന എസ്റ്റർ ഉണ്ടാകുന്നു. അപ്പോൾ ലിപ്പിഡ്സും ഒരു എസ്റ്റർ ആണല്ലോ. അവിടെ ഉണ്ടാകുന്ന ബോണ്ടും എസ്റ്റർ ബോണ്ടാണ്. ഈ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഓർഗാനിക് സോൾവെന്റ്സ് ആയിട്ടുള്ള ക്ലോറോഫോമിലും അതുപോലെ തന്നെ മെത്തനോളിലൊക്കെ സോലുബിൾ ആയിട്ടുള്ള ഫോംസ് ആണ്. കാരണം ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ അവര് ആംഫിപ്പത്തിക് നേച്ചറുള്ള ആൾക്കാരാണ്. അവര് വാട്ടറിൽ ഇൻസോലുബിൾ ആണ് എന്ന് നമുക്ക് പറയാം. അവരുടെ ഒരു പാർട്ട് വാട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റേ പാർട്ട് ഇന്ററാക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആംഫിപ്പത്തിക് ആയിട്ടാണ് അവർ നിൽക്കുക. ഇവര് പോളിമറിക് അല്ല. അതായത് ഇപ്പൊ നമ്മൾ ഡൈമറിക്, ട്രൈമറിക് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ പ്രോട്ടീൻസിനൊക്കെ ഫോം ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ലിപ്പിഡ്സ് ഒന്ന് ചേർന്ന് മറ്റൊന്നിനോട് അങ്ങനെ പോളിമറിക് ആയിട്ടൊന്നും നിൽക്കുന്നില്ല. പക്ഷെ അവർ അഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഈ ലിപ്പിഡ്സ് വേറെ കുറേ സാധനങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അവയൊക്കെ സ്പെസിഫിക് ഫങ്ഷൻസ് വേറെയും ഉണ്ട്. അത് ഓരോന്നും നമ്മൾ പഠിക്കും. ലിപ്പിഡ്സിന്റെ കമ്പോണൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫാറ്റി ആസിഡും ഗ്ലിസറോൾ ആണെന്ന്. ആക്ച്വലി അവിടെ ആൽക്കഹോൾ ആണ് വരുന്നത്. അതിനകത്ത് കോമൺലി മോസ്റ്റ് അബൻഡന്റ്ലി നമ്മൾ കാണുന്നത് ആരെ തന്നെയാണ്? ഗ്ലിസറോളിനെ തന്നെയാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ പോലെയുള്ള സാധനങ്ങൾ കൊണ്ടാണല്ലോ എന്തായാലും അപ്പോൾ ലിപ്പിഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ചില ലിപ്പിഡ്സിൽ നൈട്രജൻ, ഫോസ്ഫറസ് അല്ലെങ്കിൽ സൾഫർ പോലെയുള്ള കമ്പോണൻസ് ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറയും. ഫാറ്റി ആസിഡ്സ്. അപ്പൊ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഫാറ്റി ആസിഡിനെ പറ്റി നമുക്ക് ആദ്യമേ നോക്കാം. ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ എന്താ? ലോങ് ആയിട്ടുള്ള, നോൺ പോളാർ ആയിട്ടുള്ള, അസൈക്ലിക് ആയിട്ടുള്ള അൺബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അസൈക്ലിക് എന്ന് പറയുമ്പോൾ എന്താ? അസൈക്ലിക് അല്ലെങ്കിൽ ആലിഫാറ്റിക് എന്നും നമുക്ക് പറയാം. അതായത് നമ്മുടെ ഫാറ്റി ആസിഡ്സിൽ നമുക്ക് ആലിഫാറ്റിക്കും അരോമാറ്റിക്കും ആയിട്ട് തിരിക്കാലോ. അരോമാറ്റിക് അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട്സ്. സൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ അതിനകത്താണ് ഈ അരോമാറ്റിക് ഒക്കെ വരുന്നത്. സൈക്ലിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു റിംഗ് സ്ട്രക്ചർ ഒക്കെ ഫോം ചെയ്യും അല്ലേ? അതിനകത്ത് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ബെൻസീൻ ആണ്. ബെൻസീന്റെ റിംഗ് ഫോം ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷെ അങ്ങനെയുള്ള റിംഗ് ഫോർമേഷനുള്ള സ്ട്രക്ചർ ഒന്നും ഇല്ലാത്ത ഒരു കോമ്പൗണ്ടാണ് ആക്ച്വലി ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരെ അസൈക്ലിക് അല്ലെങ്കിൽ ആലിഫാറ്റിക് ആണെന്ന് പറയുന്നത്. അൺബ്രാഞ്ച്ഡ് ആയിരിക്കും. അതായത് അസൈക്ലിക് ആയിട്ടിരിക്കുമ്പോൾ എന്തായാലും അവർ ലീനിയർ ചെയിൻ ആയിരിക്കുമല്ലോ. അതിൽ നിന്ന് വേറെ ബ്രാഞ്ചസ് ഒന്നും അവർക്ക് വരുന്നില്ല. അങ്ങനെയുള്ള അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ് ഫാറ്റി ആസിഡ്സിനുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു ആംഫിപ്പതിക് ആണ്. അപ്പൊ അവർക്ക് ആംഫിപ്പതിക് പ്രോപ്പർട്ടി കൊടുക്കാനായിട്ട് ഒരു ഹൈഡ്രോഫോബിക് പാർട്ടും വേണം, ഹൈഡ്രോഫിലിക് പാർട്ടും വേണം. അങ്ങനെയുള്ള ഹൈഡ്രോഫിലിക് പാർട്ട്, അതായത് വാട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പാർട്ടാണ് അവരുടെ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് COH ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പ് അവരുടെ ഹെഡ് പാർട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. അവർ പോളാർ ആയിരിക്കും, വാട്ടറുമായിട്ട് ഇന്ററാക്റ്റും ചെയ്യും. ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ്
അവിടുത്തെ ടെയിൽ പാർട്ടായിട്ട് വരുന്നത് അത് നോൺ പോളാർ ആണ്. അവർ ഹൈഡ്രോഫോബിക്കുമായിരിക്കും, അതായത് വാട്ടർ ഹേറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ വാട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറിയിട്ടായിരിക്കും ഈ ടെയിൽ പാർട്ട് ഇരിക്കേണ്ടാവുക. ഈ ടെയിൽ പാർട്ടിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ അപ്പൊ എന്തായിരിക്കും അതിന്റെ മീനിങ്? കാരണം ടെയിൽ പാർട്ടാണ് ഹൈഡ്രോഫോബിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ടെയിൽ പാർട്ടിന്റെ ലെങ്ത് കൂടുതലാണെങ്കിൽ അവിടെ ഹൈഡ്രോഫോബിസിറ്റി കൂടുതലായിരിക്കില്ലേ? അതായത് വാട്ടർ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് കുറവായിരിക്കും. അപ്പൊ വാട്ടർ സോലുബിലിറ്റി എങ്ങനെയായിരിക്കും? സോലുബിലിറ്റി അവിടെ കുറയും. അതായത് ടെയിൽ ലെങ്ത് കൂടി കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ്സിന്റെ സോലുബിലിറ്റി അവിടെ കുറയും. അസറ്റൈൽ റാഡിക്കൽസിൽ നിന്നാണ് നമുക്ക് ഫാറ്റി ആസിഡിന്റെ സിന്തസിസ് നടക്കുന്നത്. അസറ്റൈൽ റാഡിക്കൽസ് അല്ലെങ്കിൽ അസറ്റേറ്റുകളിൽ നിന്നാണ് നമുക്ക് ഫാറ്റി ആസിഡ്സിന്റെ സിന്തസിസ് നടക്കുന്നത്. ഈ സിന്തസിസ് നടക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഒരു കാർബണോ രണ്ട് കാർബണോ ചേർന്നിട്ടല്ല ഫാറ്റി ആസിഡ്സ് ഉണ്ടാക്കുക. മോസ്റ്റ് കോമൺലി നമ്മുടെ ബയോളജിക്കലി നമ്മൾ കാണുന്ന കോമൺ ഫാറ്റി ആസിഡ്സ് എല്ലാം തന്നെ 16-18 കാർബൺസ് ഉള്ള ആൾക്കാരാണ്. മോസ്റ്റ് കോമൺലി C16 to C18 ഉള്ള ആൾക്കാരെയാണ് നമ്മൾ കാണാം. അപ്പോൾ ഓൾറെഡി അവരുടെ ടെയിൽ പാർട്ട് എന്ന് പറയുന്നത് വലുത് തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ സോലിബിലിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഫാറ്റി ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ അത് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. സാച്ചുറേറ്റഡ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഉണ്ടെന്നൊക്കെ അല്ലേ? അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഈ കാർബൺ ഇപ്പൊ 16 കാർബൺ 18 കാർബൺ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ഈ കാർബൺസ് എല്ലാം തമ്മിലുള്ള ലിങ്കേജ് എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും. അതായത് നമ്മുടെ കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയാ? 4 ആണ്. അപ്പൊ ആ 4 ഹൈഡ്രജൻ ബോൺസും പിന്നെ ഒരു കാർബൺ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ 2 കാർബൺ അപ്പുറം ഇപ്പുറം പിന്നെ 2 ഹൈഡ്രജൻ, അങ്ങനെയാണല്ലോ വരാം. അതൊക്കെ തന്നെ എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും. കാർബൺ കാർബൺ ലിങ്കേജ് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട് ആയിരിക്കും. പക്ഷെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിലേക്ക് വരുമ്പോഴേക്കും ആ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിന് പകരം അവരുടെ ഡബിൾ ബോണ്ട് ആയിരിക്കും വരുന്നത്. അത് തന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഉണ്ട്, പോളി അൺസാച്ചുറേറ്റഡും ഉണ്ട്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ കാണുന്നത് പോലെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ ഒരു ഡബിൾ ബോണ്ട് മാത്രം കണ്ടോ? ഒരു ഡബിൾ ബോണ്ട് മാത്രമാണ് ആ ചെയിനിൽ ഉണ്ടാകുള്ളൂ. പക്ഷേ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ അവിടെ 2 ഡബിൾ ബോണ്ട് വന്നു. ആ സെയിം ചെയിനിൽ തന്നെ നമുക്ക് 2 ഡബിൾ ബോണ്ടിനെ കാണാനായിട്ട് പറ്റിയില്ലേ? അപ്പൊ അങ്ങനെയുള്ളതാണ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. അതിന്റെ ഓരോ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കത് നോക്കാം. ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് തന്നെ സിസ് അൺസാച്ചുറേറ്റഡ് ഉണ്ട്, ട്രാൻസ് അൺസാച്ചുറേറ്റഡ് ഉണ്ട്. സിസ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഡബിൾ ബോണ്ട് വരുന്ന സ്ഥലം, ഈ ഡബിൾ ബോണ്ട് ഉള്ള സ്ഥലത്തെ ഹൈഡ്രജൻ ബോണ്ട്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റംസ് സെയിം സൈഡിൽ തന്നെയായിരിക്കും ഓറിയന്റ് ചെയ്തിട്ടുണ്ടാകുക. ആ സെയിം സൈഡിൽ തന്നെ ഓറിയന്റ് ചെയ്തത് കൊണ്ട് നമുക്ക് പിക്ചറിൽ തന്നെ കാണാലോ, അവിടെ എന്താണ്? ഒരു കിങ് ഫോർമേഷൻ നടന്നിട്ടുണ്ട് അല്ലെ? ഇങ്ങനെ വളഞ്ഞല്ലേ അവിടെ ഇരിക്കുന്നത്. പക്ഷെ ട്രാൻസ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഹൈഡ്രജൻസ് എവിടെ ഇരിക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഓറിയന്റേഷൻ വന്നിരിക്കുന്നത്. ഒരു ഹൈഡ്രജൻ ഇവിടെയാണെങ്കിൽ ഒരു ഹൈഡ്രജൻ വേറെ അടുത്ത ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഓറിയന്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ കിങ് ഫോർമേഷൻ ഒന്നും നടക്കുന്നില്ല. ഈ കിങ് ഫോർമേഷൻ എന്തിനാ ആക്ച്വലി? കാരണം നമ്മൾ മെംബ്രെയിനിലേക്ക് വരുവാണെങ്കിൽ ഈ മെംബ്രെയിൻ്റെ ഒക്കെ മെയിൻ കോൺസ്റ്റിറ്റ്യുവന്റ് എന്ന് പറയുന്നത് ലിപ്പിഡ്സ് ഒക്കെയാണ്. അപ്പൊ ഫാറ്റി ആസിഡ്സ് എന്തായാലും വേണമല്ലോ. അപ്പൊ അന്നേരം സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ഒക്കെ നമ്മുടെ മെംബ്രെയിൻ ഫോർമേഷനിൽ വേണ്ടിയിട്ട് വരുന്നുണ്ട്, അവരുടെ ടെയിൽ പാർട്ടായിട്ട്. അങ്ങനെ ടെയിൽ പാർട്ടായിട്ട് വരുമ്പോൾ ഈ ഫാറ്റി ആസിഡ്സ് അറേഞ്ച്മെന്റ് നോക്കുവാണെങ്കിൽ അത് നമ്മുടെ ഹെഡ് ഗ്രൂപ്പാണ് ഇപ്പൊ ഞാൻ റൗണ്ടിൽ വരച്ചത്. ഇനി ടെയിൽ പാർട്ടിലേക്ക് വരുവാണെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് സ്ട്രെയിറ്റ് ചെയിൻ പോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാകുക, കാരണം അവർക്ക് കിങ് ഫോർമേഷൻ ഒന്നുമില്ലല്ലോ. പക്ഷെ സിസ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കുറച്ച് കിങ് ഫോം ചെയ്തിട്ടായിരിക്കും അവിടെ ഇരിക്കുക. അങ്ങനെ ഒരു ഫോർമേഷൻ അവർ നിൽക്കുന്നത് കൊണ്ട് അവരുടെ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് അവിടെ സഹായിക്കുന്നുണ്ട്. ഈ കാണുന്നതെന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ബയോളജിക്കലി നമ്മൾ മെയിൻ ആയിട്ട് കാണുന്ന സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് ഇവയൊക്കെ തന്നെ. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന്റെ ടേബിളിലേക്ക് വരുവാണെങ്കിൽ 12:0 ലോറിക് ആസിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ 12 കാർബൺ ആറ്റംസ് ഉണ്ട്, 0 ഒരു ഡബിൾ ബോൺസും സാധനങ്ങളൊന്നുമില്ല, കാരണം സിംഗിൾ ബോൺസ് ആണല്ലോ, സാച്ചുറേറ്റഡ് ആണല്ലോ. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്
ലോറിക് ആസിഡ്. അതുപോലെ ഈ കാർബൺ ആറ്റംസ് വേരി ചെയ്യുന്ന അനുസരിച്ചിട്ട് ഡിഫറെന്റ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ലോറിക് ആസിഡ്, മിരിസ്റ്റിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ്, സ്റ്റിറിക് ആസിഡ്, അരാക്കിഡിക് ആസിഡ്, ബെഹനിക് ആസിഡ്, ലിഗ്നോസെറിക് ആസിഡ് ഒക്കെ ഉണ്ട്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിലേക്ക് വരുവാണെങ്കിൽ 16:1 പാൽമിറ്റോലിക് ആസിഡ് ആണ്. അതായത് 16 കാർബൺ ആറ്റംസ് ഉണ്ട്, അതിനകത്ത് ഒരു ഡബിൾ ബോണ്ട് ആണുള്ളത്. ഒരു ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അവർ ആരായിരിക്കും? മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആയിരിക്കും. പാൽമിറ്റോലിക് ആസിഡ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതുപോലെ 18:1 ഉള്ള ഒലിക് ആസിഡ്, 18:2 ഉള്ള ലിനോലിക് ആസിഡ്. ലിൻഒലിക് ആസിഡിന് 18 കാർബൺ ആറ്റം ആണുള്ളത്, 2, അതായത് 2 ഡബിൾ ബോണ്ട്സ് അതിനകത്ത് വരുന്നുണ്ട്. അവരൊരു എന്തായിരിക്കും? പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആയിരിക്കും. അപ്പൊ 18:2 ലിനോലെനിക് ആസിഡ്, പിന്നെ ആൽഫ ലിനോലെനിക് ആസിഡ്, ഗാമ ലിനോലെനിക് ആസിഡ്, അരാക്കിഡിക് ആസിഡ് പോലെയുള്ള സാധനങ്ങളൊക്കെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിലൊക്കെ വരുന്നതാണ്. സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് എന്നല്ലാതെ നമുക്ക് അവയെ എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ എന്നും പറയാം. ഈ എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിക്ക് അത് ആവശ്യമാണേനും പക്ഷെ സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എവിടെ നിന്ന് കിട്ടും? ഭക്ഷണം കഴിക്കണം. നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ്, അതായത് നമ്മുടെ ഡയറ്റിലൂടെ മാത്രമാണ് നമുക്ക് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിനെ കിട്ടുള്ളൂ. എസെൻഷ്യൽ ഫാറ്റി ആസിഡിനെ കിട്ടണമെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാ ഭക്ഷണം അങ്ങനെ കഴിച്ചെന്ന കാര്യം നമുക്ക് ഫാറ്റി ആസിഡിനെ കിട്ടുമോ? ഇല്ല. നമ്മൾ ഇപ്പൊ വൈറ്റമിൻസിന്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ക്യാരറ്റിലുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ ഇപ്പൊ വൈറ്റമിൻ സി ഓറഞ്ച് അങ്ങനെയൊക്കെ പറയാറില്ലേ? അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്സിനും അതിൻ്റെതായ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ മോണോ അൺസാച്ചുറേറ്റഡിലും പോളി അൺസാച്ചുറേറ്റഡിലും വരുന്ന എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ് ഈ കാണിച്ചേക്കുന്നതൊക്കെ. അതായത് മോണോ അൺസാച്ചുറേറ്റിലെ omega-9 ഫാറ്റി ആസിഡ്സ് ഒക്കെ അവിടുത്തെ എസെൻഷ്യൽ ആണ്. പിന്നെ പോളി അൺസാച്ചുറേറ്റിലെ omega-3 ഫാറ്റി ആസിഡും omega-6 ഫാറ്റി ആസിഡും ഇവയൊക്കെ തന്നെ എസെൻഷ്യൽ ആണ്. ഇവയൊക്കെ എവിടെ നിന്ന് നമുക്ക് കിട്ടും? ഓയിൽസിൽ നിന്നാണ്. കാരണം ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ തന്നെ ഫാറ്റ് ആണല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ഓയിൽ എന്നുള്ളെങ്കിലും ആലോചിക്കാം. പക്ഷെ സാധാ ഓയിൽസ് അല്ല. അവക്കാഡോ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയില് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില്, കോൺ ഓയിൽ പോലെയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് കിട്ടുന്നത്. omega-9 ഫാറ്റി ആസിഡ് ആണെങ്കിൽ ഒലീവ് ഓയില്, അവക്കാഡോ, പീനട്സ്, ആൽമണ്ട്സിൽ നിന്നൊക്കെയാണ് കിട്ടുക. omega-3 ഫാറ്റി ആസിഡ്സിലെ കുറച്ച് എക്സാമ്പിൾ ആണ് കാണിച്ചേക്കുന്നത്. ഐക്കോസോപെന്റനോയിക് ആസിഡ്, ഡോക്കാഹെക്സഗനോയിക് ആസിഡ്, ആൽഫ ലിനോലെനിക് ആസിഡ് ഒക്കെ. അവയ്ക്ക് കിട്ടുന്നത് മെയിൻ കമ്പോണന്റ് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഫിഷിൽ നിന്നും, ഷെൽ ഫിഷിൽ നിന്നുമാണ്. നമ്മള് അമ്മമാരൊക്കെ പണ്ട് മീൻ തരുമ്പോൾ, അതായത് മെയിനായിട്ട് മത്തി, സാഡിൻ അത് തരുമ്പോഴൊക്കെ നമുക്ക് പറയാറില്ലേ ഒമേഗ റിച്ച് ആണെന്ന്? നമ്മൾ വീട്ടിലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒമേഗ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്, ഒമേഗ ഉള്ളതാ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ കഴിക്കണം എന്നൊക്കെ വീട്ടിൽ നിന്നേ നമുക്ക് കിട്ടുന്ന ഒരു സയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫിഷ്, അതായത് നമ്മൾ മെയിനായിട്ട് സാഡിനൊക്കെയാണ് പറയാ. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് omega-3 ഫാറ്റി ആസിഡ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഫ്ലാക്സ് സീഡ്, സോയാബീൻ, വാൾനട്ട്, റേപ്പ് സീഡ് ഓയിലൊക്കെ. ഫ്ലാക്സ് സീഡൊക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ കഴിക്കുന്നത് ആക്ച്വലി നല്ലത് തന്നെയാണ്. കാരണം ഫാറ്റി ആസിഡ്സിന്റെ ഒക്കെ നമുക്ക് വേണ്ട ഫാറ്റി ആസിഡ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ കഴിക്കണം. പിന്നെ omega-6 ഫാറ്റി ആസിഡിലെ കോൺ ഓയിലും സൺഫ്ലവർ ഓയിലൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഫാറ്റി ആസിഡുകളെ പറ്റിയായിരുന്നു. ഈ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ചേർന്നിട്ടാണല്ലോ ലിപ്പിഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കിനി ഗ്ലിസറോളിനെ പറ്റി നോക്കാം. ഗ്ലിസറോൾ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ചെയിൻ ട്രൈഹൈഡ്രോക്സി ആൽക്കഹോൾ ആണ്. അതായത് 3 കാർബൺ ആറ്റംസ് ആണ് ഗ്ലിസറോളിൽ വരുന്നത്. ആ 3 കാർബൺ ആറ്റംസിലേക്കും ആരെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ആൽക്കഹോൾ ഗ്രൂപ്പിനെ, OH ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ട്രൈഹൈഡ്രോക്സി എന്ന് പറയാലോ. എന്ത് ഗ്രൂപ്പാ? ആൽക്കഹോൾ ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ട്രൈഹൈഡ്രോക്സി ആൽക്കഹോൾ ആണല്ലോ. പിന്നെ അവർ സ്ട്രെയിറ്റ് ചെയിനുമാണ്. പിന്നെ ഈ ആൽക്കഹോളിലേക്ക്, അതായത് OH ഗ്രൂപ്പിലേക്കാണ് നമ്മുടെ ഫാറ്റി ആസിഡിന്റെ അറ്റാച്ച്മെന്റ് വരുന്നത്. 3 കാർബൺ ആറ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? 3 കാർബൺ ആറ്റത്തിലേക്ക് 3 OH ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 3 ഫാറ്റി ആസിഡുകൾക്ക് അവിടെ വന്ന് അറ്റാച്ച് ചെയ്യാലോ. അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സിനെ ഗ്ലിസറൈഡ്സ് എന്നോ, അസൈൽ ഗ്ലിസറോൾസ് എന്നോ, ഗ്ലിസറോൾ എസ്റ്റേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്ലിസറോൾ വരയ്ക്കുമ്പോൾ കാർബൺ 3 എണ്ണം ആയതുകൊണ്ട് കാർബൺ സ്കെൽട്ടൺ എന്നുള്ള രീതിയിൽ 3 കാർബൺ ആറ്റംസ് ആണ് വരയ്ക്കുക. 3 കാർബൺ ആറ്റംസ്. ആ 3 കാർബൺ ആറ്റത്തിലേക്ക് ആരെയാണ് അറ്റാച്ച്മെന്റ് നമ്മൾ പറഞ്ഞത്? ഫാറ്റി ആസിഡ്സ് വന്ന് അറ്റാച്ച് ചെയ്യും. അങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ഫാറ്റി ആസിഡ്സ്
ഇതാ ഒരു ഫാറ്റി ആസിഡ് മാത്രമാണ് അറ്റാച്ച് ചെയ്ത് നമ്മൾ വിചാരിക്കാം. ഒരു ഫാറ്റി ആസിഡ് മാത്രം അറ്റാച്ച് ചെയ്താൽ ആ കോമ്പൗണ്ടിനെ നമ്മൾ മോണോ അസൈൽ ഗ്ലിസറോൾ എന്ന് വിളിക്കും. ഇനി 2 ഫാറ്റി ആസിഡ്സ് വന്നാലോ, അതാണ് എന്ത്, ഡൈ അസൈൽ ഗ്ലിസറോൾ. 3 എണ്ണാണെങ്കിലോ ഈ കോമ്പൗണ്ട് നമ്മൾ ട്രൈ അസൈൽ ഗ്ലിസറോൾ എന്നും വിളിക്കും. ഇതിപ്പോ ഞാൻ കാർബൺ സ്കൾട്ട് മാത്രം വരച്ചിട്ടാണ് വെച്ചത്. ഇത് കാർബൺ സ്കൾട്ട് മാത്രമാണ് ഞാൻ വരച്ചേക്കുന്നത്. ബാക്കി അതിന്റെ CH2OH അങ്ങനെയുള്ള ഫുൾ കോമ്പൗണ്ട് ആയിട്ട് എഴുതിയിട്ടില്ലെന്ന്. അപ്പൊ അങ്ങനെ ട്രൈ അസൈൽ ഗ്ലിസറോൾസും മോണോ അസൈൽ ഗ്ലിസറോൾസും ഡൈ അസൈൽ ഗ്ലിസറോളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ ട്രൈ അസൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്നത് എന്താ? ട്രൈ അസൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്നത് സ്റ്റോറേജ് ഫോം ആണ്. നമ്മുടെ ബോഡിയിൽ ഫാറ്റിന്റെ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ, ആ ഫോം എന്ന് പറയുന്നത് ട്രൈ അസൈൽ ഗ്ലിസറോൾ ഫോം ആണ്. അതുപോലെ തന്നെ ഇവയൊക്കെ തന്നെ ഇപ്പൊ ഈ ട്രൈ അസൈൽ ഗ്ലിസറോൾ ഒക്കെ കുറച്ച് റിയാക്ഷൻസിലേക്ക് പോകാം. അതിനകത്ത് 2 എക്സാമ്പിൾ ആണ് സാപ്പോണിഫിക്കേഷനും ഓട്ടോ ഓക്സിഡേഷനും. സാപ്പോണിഫിക്കേഷൻ എന്താ? സോപ്പ് ഫോർമേഷൻ ആണ്. അതായത് നമ്മൾ നാച്ചുറലി ഇപ്പൊ വീട്ടിലൊക്കെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പറ്റുമല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ഇൻഡസ്ട്രീസിലാണെങ്കിലും ഈ സാപ്പോണിഫിക്കേഷനെ കുറച്ചും കൂടെ മോഡിഫൈഡ് വേർഷൻ ഒക്കെയാണ് അവിടെ നടക്കുന്നത്. അതായത് സാധാ രീതിയിൽ പറയുവാണെങ്കിൽ നമ്മൾ ട്രൈഗ്ലിസറൈഡ്സിലേക്ക് ആൽക്കലീസ് ആഡ് ചെയ്തേനാ, KOH, NaOH, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ആൽക്കലീസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സോപ്പും അതുപോലെ തന്നെ ഗ്ലിസറോളിന്റെ ഫോർമേഷൻ നടക്കും. അപ്പൊ അവിടെ സോപ്പ് ഉണ്ടായില്ലേ? ഈ പ്രോസസ്സിന്റെ പേരാണ് സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രോസസ്സാണ് ഓട്ടോ ഓക്സിഡേഷൻ. അതായത് ഇപ്പൊ നമ്മൾ ഓയിൽസ് നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഓരോ തവണ അത് എടുത്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? അടുപ്പ് തുറക്കൊന്നും ഉപയോഗിക്കുന്നു. സ്വാഭാവികമായിട്ടും അവ നമ്മുടെ അറ്റ്മോസ്ഫറിക് ഓക്സിജനുമായിട്ട് അപ്പൊ കോണ്ടാക്ട് വരുന്നില്ലേ? അങ്ങനെ കോണ്ടാക്ട് വരുന്ന സമയത്ത് ഈ ഫാറ്റി ആസിഡുകൾ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോളിക്കുലാർ ഓക്സിജനുമായിട്ട്, അറ്റ്മോസ്ഫിയറിലുള്ള മോളിക്കുലാർ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് വേറൊരു ബൾക്കി അഡക്റ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അവിടെ ആ ഫോർമേഷന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റാൻസിഡ് സ്മെൽ, ഒരു ചീത്ത സ്മെല്ല് നമുക്ക് അവിടെ ആ അഡക്റ്റ് കാരണം ഒരു ചീത്ത സ്മെല്ല് അവിടെ ഫോം ചെയ്യും. അതാണ് നമ്മൾ ചില ഇപ്പൊ എണ്ണ കാറിയതാന്നൊക്കെ നമ്മൾ പറയും. അതായത് നമ്മുടെ കുറെ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവസാനം ആകുമ്പോൾ സാധാ രീതിയിലുള്ള നമ്മൾ ആദ്യം ഉപയോഗിച്ച എണ്ണയുടെ സ്മെല്ലായിരിക്കില്ല, വേറൊരു സ്മെല്ല്, ഒരു അത്ര രസമല്ലാത്ത ഒരു ചീത്ത സ്മെല്ലായിട്ട് അത് മാറിയിട്ടുണ്ടാവും. അതിന് കാരണം ഈ ഓട്ടോ ഓക്സിഡേഷൻ ആണ്. ഇനി ലിപ്പിഡ്സിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ ഫാറ്റി ആസിഡ് ഉണ്ട്, ഗ്ലിസറോൾ ഉണ്ട്, അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇതിനകത്ത് ഇനി കുറച്ചും കൂടെ കോമ്പൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നൈട്രജൻ വരാം, ഫോസ്ഫറസ് വരാം എന്നൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ കുറച്ചും കൂടെ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും ചേർന്നിട്ടുള്ള ലിപ്പിഡ്സിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചറുകൾ, വ്യത്യസ്തം ഇൻ ദ സെൻസ് ഇവ രണ്ടുപേരും ഉണ്ട്, പക്ഷെ കുറച്ചും കൂടെ സാധനങ്ങൾ കൂടെ അഡീഷൻ വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ പഠിക്കണം. അപ്പൊ ക്ലാസിഫിക്കേഷനിലേക്ക് വരുവാണെങ്കിൽ ലിപ്പിഡ്സിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: സിമ്പിൾ, കോമ്പൗണ്ട്, ഡിറൈവ്ഡ്. സിമ്പിൾ ലിപ്പിഡ്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്ത് ന്യൂട്രൽ ഫാറ്റ്സും വാക്സസ് എന്നും പറയാം. കോമ്പൗണ്ട് ലിപ്പിഡ്സിനെ ഫോസ്ഫോലിപ്പിഡ്സ്, സൾഫോലിപ്പിഡ്സ്, ഗ്ലൈക്കോലിപ്പിഡ്സ്, ലിപ്പോപ്രോട്ടീൻസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഡിറൈവ്ഡിന് എക്സാമ്പിൾ ആണ് ഇക്കസാനോയിഡ്സും ഐസോപ്രീനോയിഡ്സും. ഇവയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ന്യൂട്രൽ ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ലിപ്പിഡ്സ് ആണല്ലോ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും മാത്രമേ ഉണ്ടാക്കുള്ളൂ. ന്യൂട്രൽ ഫാറ്റ്സ് ആണ്. ഫാറ്റ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള സംഭവം, ഓയിൽ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ആയിട്ടുള്ള പദാർത്ഥം എന്ന് നമുക്ക് പറയാലോ. അപ്പം ഈ ഫാറ്റ്സും ഓയിൽസും ചേർന്നാണ് ആക്ച്വലി ന്യൂട്രൽ ഫാറ്റ്സ് എന്ന് നമ്മൾ കോമൺലി പറയുന്നത്. അതിന്റെ സോളിഡ് ആൻഡ് ലിക്വിഡ് ഫോം എന്നേ ഉള്ളൂ. ഈ ഫാറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ എനർജി സ്റ്റോറേജ് ആയിട്ട് വരുന്ന വേറൊരാളെന്ന് പറയുന്നത് ആരാ? ഗ്ലൈക്കജൻ ആണ്. അതായത് ഗ്ലൂക്കോസിൽ നിന്ന് നമ്മൾ ഗ്ലൈക്കജൻ സിന്തസിസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. ഗ്ലൈക്കജനെ സിന്തസൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഗ്ലൈക്കജനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആവശ്യമുള്ള എനർജി നമ്മൾ യൂസേജ് നടത്തുന്നുണ്ട്. അപ്പൊ ഈ ഗ്ലൈക്കജൻ ഫോമിൽ നമ്മൾ എനർജി സ്റ്റോർ ചെയ്യുന്നത് പോലെ തന്നെയാണല്ലോ ട്രൈഗ്ലിസറൈഡ് ഫോംസിലൊക്കെ നമ്മൾ എനർജി സ്റ്റോറേജ് നടത്തുന്നത്. പക്ഷേ ഈ ഗ്ലൈക്കജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കിട്ടുന്നതിനേക്കാൾ 6 times മോർ എനർജി ആക്ച്വലി നമുക്ക് ഫാറ്റ്സ് വഴി കിട്ടും. അപ്പൊ ഫാറ്റ്സ് ആക്ച്വലി നല്ലതാണ്, പക്ഷെ ആവശ്യമുള്ള സമയത്ത് ബ്രേക്ക് ഡൗൺ ചെയ്യണം. പക്ഷെ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് അമിതവണ്ണം പോലെയുള്ള സംഭവങ്ങളിലൊക്കെ നമുക്ക് പോണത്. ഇതിനകത്ത് തന്നെ ന്യൂട്രൽ ഫാറ്റ്സിൽ ട്രൈഅസൈൽ ഗ്ലിസറോൾസിന്റെ മിക്സ്ചേഴ്സ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. ട്രൈഅസൈൽ ഗ്ലിസറോൾസ് നമ്മൾ പറഞ്ഞു
ഗ്ലിസറോളിലേക്ക് 3 ഫാറ്റി ആസിഡ്സിനെ ജോയിൻ ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് ആണെന്ന്. ഈ ട്രൈഅസൈൽ ഗ്ലിസറോൾസ് വേണമെങ്കിൽ സിമ്പിൾ ആകാം, മിക്സ്ഡ് ആകാം. അങ്ങനെയുള്ള സിമ്പിൾ ടാഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രൈഅസൈൽ ഗ്ലിസറോൾ. സിമ്പിൾ ടാഗിന്റെയും മിക്സഡ് ടാഗിന്റെയും മിക്സ്ചേഴ്സ് ആണ് ആക്ച്വലി എന്ത് ന്യൂട്രൽ ഫാറ്റ്സ് എന്ന് പറയുന്നത്. ടാഗ് നമ്മൾ സ്റ്റോറേജ് ഫോം ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ടിഷ്യൂ ഉണ്ടാവുന്നല്ലോ, അതാണ് നമ്മുടെ അഡിപ്പോസൈറ്റ്സ് എന്ന് പറയുന്നത്. ടാഗിനെ സിന്തസൈസ് ചെയ്യുന്നതും സ്റ്റോറേജ് ചെയ്യുന്നതും അഡിപ്പോസൈറ്റ്സിലാണ്. അങ്ങനെ അവർ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ലെയർ ഒക്കെ ഫോം ചെയ്യും. അതായത് നമ്മുടെ ബോഡിയിലൊക്കെ കുറച്ച് ഫാറ്റ് ലെയറിന്റെ പോസിഷനും സാധനങ്ങളൊക്കെ നടക്കണം. അപ്പൊ സ്കിന്നിനിടയിലൊക്കെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ലെയർ ഫോം ചെയ്യും. എന്തിനാണ് ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ലെയർ എന്ന് പറയുന്നത്? തെർമൽ ഇൻസുലേഷനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അവർ. തെർമൽ ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം കോൾഡർ എൻവയോൺമെന്റിൽ ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ തണുപ്പ് വന്നു, അപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് തണുത്ത് മരവിച്ച് നമ്മൾ പോകരുതല്ലോ, അത് നമ്മൾ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് അവിടെ നിൽക്കണ്ടേ. അപ്പൊ അതിനുള്ള അഡാപ്റ്റേഷൻ ഒക്കെ ആയിട്ടാണ് നമുക്ക് എന്തുള്ളത്, ഈ ഫാറ്റ് ലെയർ ഉള്ളത്. അപ്പൊ ഫാറ്റ് ലെയർ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നമ്മുടെ ഫ്ലൂയിഡിറ്റിയും സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കൊരു തെർമൽ ഇൻസുലേഷൻ, ആ കോളിൽ നിന്നും നല്ല തണുപ്പിൽ നിന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ മരവിച്ച് പോവാതെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാനൊക്കെ ആയിട്ട് അവർ സഹായിക്കും. അടുത്താണ് വാക്സസ് എന്ന് പറയുന്നത്. വാക്സസ് എന്ന് പറയുമ്പോൾ എന്താ? എസ്റ്ററിന്റെയും ഈഥറിന്റെയും മിക്സ്ചറാണ് ആക്ച്വലി വാക്സ് എന്ന് പറയുന്നത്. വാക്സ് നമുക്ക് അറിയാവുന്ന ഒരു കോമ്പൗണ്ട് അല്ലേ വാക്സ് എന്ന് പറയുന്നത്? മെഴുക്. അതായത് നമ്മൾ ചേമ്പിലയിൽ വെള്ളം ഇടുമ്പോൾ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് നിൽക്കാതെ റിപ്പലൻ പ്രോപ്പർട്ടീസ് കാണിക്കില്ലേ, ആ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് വാക്സിനും ഉള്ളത്. വാട്ടർ റിപ്പലൻ പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവർ എന്തായിരിക്കും അങ്ങനെ വാട്ടർ റിപ്പലൻ പ്രോപ്പർട്ടി കാണിക്കാൻ കാരണം അവർ ഹൈലി ഹൈഡ്രോഫോബിക് ആണ്. അതുപോലെ തന്നെ അവർ അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഓട്ടോ ഓക്സിഡേഷനുമായിട്ടും ഇവർക്ക് റെസിസ്റ്റന്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ബീസ് ഫാറ്റ്സ്, കാർണോബ ഫാറ്റ്സ്, സ്പെർം വെയിൽ ഓയിൽ, ലനോളിൻ ഓർ വൂൾ ഫാറ്റ്, കുറേ ടൈപ്പ് ഉണ്ട്. അതിനകത്ത് കോമൺ ആയിട്ടുള്ളവ മാത്രമാണ് ഇതെന്ന് പറയുന്നത്. അതിനകത്ത് ബീസ് ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മേജർ ആയിട്ടുള്ള ആളാണ് ആര്? മെരിസൈൽ പാൽമിറ്റേറ്റ് എന്ന് പറയുന്നത്. പാൽമിറ്റേറ്റ് ആരാ? ഒരു സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാ. നമ്മൾ നേരത്തെ പഠിച്ച ടേബിളിൽ ഉണ്ടായിരുന്നു പാൽമിറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലത്തെ ഉള്ള ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ് ബേസ് ഫാറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു പ്ലാന്റ് ഫാറ്റ്സിന് എക്സാമ്പിൾ ആണ് കാർണോബ ഫാറ്റ്സ്. പിന്നെ സ്പെർം വെയിൽ ഓയിൽ, അതിനകത്ത് 75% ഫാറ്റ്സും 25% ട്രൈഗ്ലിസറൈഡ്സ് ആണ് വരുന്നത്. പിന്നെ ലനാലിൻ ഒരു വോൾ ഫാറ്റിലാണെങ്കിൽ ഫ്രീ ആൻഡ് എസ്റ്ററിഫൈഡ് കൊളസ്ട്രോളും ലാനോസ്റ്റിറോളും അർഗോസ്റ്റിറോളും ഒക്കെ ചേർന്നിട്ടുള്ള മിക്സ്ചറാണത്. ലാനോസ്റ്റിറോൾ അർഗോസ്റ്റിറോൾ എന്നൊക്കെ പറയുന്നത് വേറെ ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ഒക്കെയാണ് കേട്ടോ. ഇനി കോമ്പൗണ്ട് ലിപ്പിഡ്സ്, നമ്മളിപ്പോൾ പഠിച്ചത് സിമ്പിൾ ലിപ്പിഡ്സ് ആണ്. സിമ്പിൾ ലിപ്പിഡ്സ് ആക്ച്വലി സിമ്പിൾ തന്നെയല്ലേ. പക്ഷെ കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ മെംബ്രെയിൻ ഫങ്ഷൻസിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കോമ്പൗണ്ട് ലിപ്പിഡ്സ് ആണ് മെയിൻ ആയിട്ട് കാണുന്നത്. മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ടതും കോമ്പൗണ്ട് ലിപ്പിഡ്സ് തന്നെയാണ്. കോമ്പൗണ്ട് ലിപ്പിഡ്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഫോസ്ഫോലിപ്പിഡ്സ്, ഗ്ലൈക്കോലിപ്പിഡ്സ്, ലിപ്പോപ്രോട്ടീൻസ്, സൾഫോലിപ്പിഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ കോമൺ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഫോസ്ഫോലിപ്പിഡ്സ്, ഫോസ്ഫേറ്റ് ഉണ്ട്, ഗ്ലൈക്കോലിപ്പിഡ്സ്, ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മോയിറ്റീസ് ഉണ്ട്, സൾഫോലിപ്പിഡ്സ്, സൾഫർ ഉണ്ട്, അതൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ ഫോസ്ഫോലിപ്പിഡ്സിലേക്ക് വരുവാണെങ്കിൽ അവരെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഫോസ്ഫോഗ്ലിസറൈഡ്സും ഫോസ്ഫോസ്പിങ്കോസൈഡ്സും. ഫോസ്ഫോഗ്ലിസറൈഡ്സും ഫോസ്ഫോസ്പിങ്കോസൈഡ്സും രണ്ടെണ്ണത്തിനും ഫോസ്ഫേറ്റ് ഉണ്ടല്ലേ. പിന്നെ എന്തായിരിക്കും അതിന്റെ വ്യത്യാസം? പക്ഷെ അവരുടെ ബാക്ക് ബോണുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് നമുക്ക് പറയാം. നമുക്ക് അതിന് വീണ്ടും ക്ലാസിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോസ്ഫോഗ്ലിസറൈഡ്സും ഫോസ്ഫോസ്പിങ്കോസൈഡ്സും ഉണ്ട്. അവയൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഫോസ്ഫോഗ്ലിസറൈഡ്സിലേക്ക് വന്നേനാ. നമുക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ചേർന്നിട്ടാണല്ലോ നമ്മൾ ലിപ്പിഡ് ഉണ്ടാക്കിയത്. അപ്പൊ അതിനകത്ത് നമ്മുടെ 3 കാർബൺ ആറ്റം, ആ 3 കാർബൺ ആറ്റത്തെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ 3 കാർബൺ ആറ്റത്തിലേക്ക് ഫാറ്റി ആസിഡിന്റെ അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട്. 3 എണ്ണത്തിലേക്കില്ല, ആക്ച്വലി 2 എണ്ണത്തിലേക്ക് മാത്രമാണ് ഇവിടെ ഫാറ്റി ആസിഡിന്റെ അറ്റാച്ച്മെന്റ് വന്നിട്ടുള്ളൂ. ആ 2 ഫാറ്റി ആസിഡിന്റെ അറ്റാച്ച്മെന്റിന് ശേഷം 3ാമത്തെ കാർബൺ ആറ്റത്തിലേക്ക് അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആരെയാന്ന് നോക്കിയേ? ഒരു ഫോസ്ഫേറ്റിനെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ ഫോസ്ഫേറ്റിലേക്ക് പിന്നെ ആരാ അറ്റാച്ച് ചെയ്തിരിക്കുന്നേ? ഒരു ഹെഡ് ഗ്രൂപ്പിനെയുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഫോസ്ഫേറ്റ് വന്നതുകൊണ്ട് തന്നെ അവർ ഫോസ്ഫോഗ്ലിസറൈഡ്സ് ആയി. ഇനി ആ ഹെഡ് ഗ്രൂപ്പിനനുസരിച്ചിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോസ്ഫോഗ്ലിസറൈഡ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഫോസ്ഫോഗ്ലിസറൈഡിന്റെ എക്സാമ്പിൾ ആണ് ലെസിത്തിൻ. ആ ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൊളീൻ ആണെങ്കിൽ, കൊളീൻ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് അവിടുത്തെ ഹെഡ് ഗ്രൂപ്പ് എങ്കിൽ, ഇതാണ് കൊളീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. കൊളീൻ ആണ് അവിടുത്തെ ഹെഡ് ഗ്രൂപ്പ് എങ്കിൽ അതിന്റെ പേരാണ് ഫോസ്ഫാറ്റിലക്കോളിൻ അല്ലെങ്കിൽ ലെസിത്തിൻ എന്ന് പറയുന്നത്. കൊളിൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജുള്ള കോമ്പൗണ്ട് ആണ്. അത് നെഗറ്റീവ് ചാർജുള്ള ഫോസ്ഫേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഫോസ്ഫാറ്റിൽ കൊളിൻ എന്ന് പറയുന്ന ന്യൂട്രൽ ചാർജുള്ള കോമ്പൗണ്ട് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതിന്റെ വേറെ പേരാണ് ലെസിത്തിൻ. ഇത് ആക്ച്വലി മെംബ്രെയിൻ ഫംഗ്ഷൻ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവര്
മെംബ്രെയിനിൽ അബണ്ടന്റ് ആയിട്ട് കാണുന്ന ഒരു കോമ്പൗണ്ട് തന്നെയാണ് ഫോസ്ഫാറ്റിഡിൽ കോളിൻ എന്ന് പറയുന്നത്. ഈ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ സെല്ലിന്റെ മെംബ്രെയിൻ ഉണ്ടല്ലോ, അതിനൊക്കെ ഫോർമേഷന് വേണ്ടി ആക്ച്വലി ഫാറ്റി ആസിഡ്സ് ഒക്കെ വരുന്നുണ്ട്. ലിപ്പിഡ്സ് ആണ് അതിന്റെ മേജർ കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത് ഈ മെംബ്രെയിന്റെ. അപ്പൊ നമുക്ക് ഫാറ്റി ആസിഡ്സ് വേണമല്ലോ, ആ ഫാറ്റി ആസിഡ്സിൽ ഈ ഫോസ്ഫോഗ്ലിസറൈഡ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മെംബ്രെയിനെ വെച്ച് പറയുന്നത്. അപ്പൊ മെംബ്രെയിനിൽ നോക്കുവാണെങ്കിൽ ഈ ഫോസ്ഫാറ്റിഡൈൽ കോളിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ അബണ്ടന്റ് ആയിട്ട് കാണുന്ന കോമ്പൗണ്ട് തന്നെയാണ്. നമുക്ക് മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് തന്നെ ഇരുന്നാൽ പോരാ, കുറച്ച് കർവേച്ചർ ഉണ്ടാക്കണം, കുറച്ച് സ്ഥലത്ത് നീണ്ടിരിക്കണം, കുറച്ച് സ്ഥലത്ത് വളഞ്ഞിരിക്കണം, അങ്ങനെയാണല്ലോ. അപ്പൊ അവയൊക്കെ ഓരോ സ്ട്രക്ചർ വേരിയേഷൻ ഒക്കെ വേണ്ടിയിട്ട് ആക്ച്വലി ഈ ലിപ്പിഡ്സ് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ലെസത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ അവര് സിലിണ്ട്രിക്കൽ ഷേപ്പുള്ള ആൾക്കാരാണ്. അപ്പൊ സിലിണ്ട്രിക്കൽ ഷേപ്പുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ അവരിങ്ങനെ ഇരിക്കുമായിരിക്കുമല്ലോ. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സിലിണ്ട്രിക്കൽ ഷേപ്പുള്ള ആൾക്കാർ കൂടി ഇരിക്കുമ്പോൾ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നേ, ഫ്ലാറ്റ് സർഫേസ് അല്ലേ വന്നേക്കുന്നേ. അപ്പൊ നമ്മുടെ മെംബ്രെയിന് ഫ്ലാറ്റ് സർഫേസ് കൊടുക്കുന്ന ഒരു ഫോസ്ഫോഗ്ലിസറൈഡ്സ് ആണ് ആക്ച്വലി, അല്ലെങ്കിൽ ലിപ്പിഡ്സ് ആണ് ആര്, ലെസിത്തിൻ എന്ന് പറയുന്നത്. നമ്മുടെ മെംബ്രെയിൻ ഈ ഫോസ്ഫോഗ്ലിസറൈഡ്സ് ആയിട്ടുള്ള ലെസിത്തിനാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഇതാ മെംബ്രെയിൻ വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് നേരെ നേരെ ആയിരിക്കും അവർ ഇരിക്കണേ. അടുത്താണ് ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമീൻ. ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എത്തനോളമീൻ ആണ് അവിടുത്തെ ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജുള്ള ഹെഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള എത്തനോളമീൻ നെഗറ്റീവ് ചാർജുള്ള ഫോസ്ഫേറ്റ് ആയിട്ട് ചേർന്ന് ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമീൻ എന്ന് പറയുന്ന ന്യൂട്രൽ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു. അതിന്റെ വേറൊരു പേരാണ് സെഫാലിൻ എന്ന് പറയുന്നത്. ഇവയുടെ നമ്മുടെ മെംബ്രെയിൻ ഫംഗ്ഷൻ വെച്ച് നോക്കുവാണെങ്കിൽ മെംബ്രെയിൻ കർവേച്ചറിന് വേണ്ടി ഇവർ ഹെൽപ്പ് ചെയ്യും. കാരണം ഇവര് കോണിക്കൽ ഷേപ്പിലാണ് ഇവരിയ്ക്കുന്നത്. കോണിക്കൽ ഷേപ്പിൽ ഇരിക്കണമെങ്കിൽ തന്നെ ഇവർക്ക് ചെറിയ ഹെഡും കുറച്ചും കൂടെ ബൾക്കി ആയിട്ടുള്ള ടെയിൽ ഗ്രൂപ്പാണ് വരാം. അപ്പൊ ഇവര് എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ കർവേച്ചർ ഫോം ചെയ്ത് മെംബ്രെയിൻ ഇങ്ങനെ ഒന്ന് വളയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരു കർവ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമീൻസ് സഹായിക്കുന്നുണ്ട്. കുറച്ച് അബണ്ടന്റ് ആയിട്ട് തന്നെ കാണുന്ന, മെംബ്രെയിനിലൊക്കെ അബണ്ടന്റ് ആയിട്ട് കാണുന്ന മോളിക്യൂൾ തന്നെയാണ് ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമീൻ. ഫോസ്ഫാറ്റിഡൈൽ സെറീനിലേക്ക് വരുവാണെങ്കിൽ, സെറീൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് അല്ലേ, അൺചാർജ്ഡ് ആയിട്ടുള്ള പോളാർ ആയിട്ടുള്ള ഹൈഡ്രോഫിലിക്, അത്ര ഹൈഡ്രോഫിലിക് അല്ല എന്നാലും ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആണ് സെറിൻ എന്ന് പറയുന്നത്. അപ്പൊ അൺചാർജ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവർ നെഗറ്റീവ് ആയിട്ടുള്ള ഫോസ്ഫേറ്റിലേക്ക് ചേർന്ന് ഫോസ്ഫാറ്റിഡിൽ സെറിന്റെ ചാർജ് എന്തായിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ഫോസ്ഫാറ്റിഡൈൽ സെറിൻ എന്ന് പറയുന്നത്. ഈ ഫോസ്ഫാറ്റിഡൈൽ സെറിൻ ആക്ച്വലി മെംബ്രെയിൻ ഫംഗ്ഷനിൽ മാത്രമല്ല, ഈ മെംബ്രെയിനിൽ ഇവർ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വേറെ കുറേ സാധനങ്ങളുടെ സിഗ്നലിംഗ് മോളിക്യൂളൊക്കെ ആയിട്ട് ആക്ച്വലി ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ അപ്പോപ്ടോസിസ്, സെൽ ഡെത്തിനുള്ള സിഗ്നലായിട്ട്, ബ്ലഡ് ക്ലോട്ടിങ് നടക്കണേനുള്ള സിഗ്നലായിട്ട്, അങ്ങനെ ഡിഫറെന്റ് ഫങ്ഷൻസ് ചെയ്യുന്ന ഒരാളാണ് ഫോസ്ഫാറ്റിഡൈൽ സെറിൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ. ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ഇനോസിറ്റോളിന് ചാർജ് ഒന്നുമില്ല, ഫോസ്ഫേറ്റിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അങ്ങനെ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ നമ്മൾ മെംബ്രെയിൻ നോക്കുവാണെങ്കിൽ ആക്ച്വലി അത്ര അബണ്ടന്റ് അല്ല. നമ്മൾ നേരത്തെ പഠിച്ച സെഫാലിൻ ലെസത്തിൻ പോലെ അത്ര അബണ്ടന്റ് ആയിട്ടൊന്നും കാണുന്നതല്ല. പക്ഷെ എന്നാലും നമ്മുടെ മെംബ്രെയിൻ ഫോർമേഷൻ ഒക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിപ്പിഡ് തന്നെയാണ് ആര്, ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ എന്ന് പറയുന്നത്. അടുത്താണ് പ്ലാസ്മനോജൻ. പ്ലാസ്മനോജനിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്രയും നേരം കാർബൺ തമ്മിലുള്ള ബോണ്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞില്ലായിരുന്നോ, കാർബണും ഫാറ്റി ആസിഡും തമ്മിൽ എസ്റ്റർ ലിങ്കേജ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞില്ലേ. പക്ഷെ ഇവിടെ നമ്മുടെ ആദ്യത്തെ കാർബൺ ആറ്റം, അതായത് ഇതിപ്പോ നമ്മുടെ 3 കാർബൺ ആറ്റംസ് ഉണ്ടായിരുന്നു. ആ 3 കാർബൺ ആറ്റത്തില് ഫാറ്റി ആസിഡ്സ് 2 അറ്റാച്ച്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അടുത്തതിലേക്ക് ഫോസ്ഫേറ്റും പിന്നെ ഹെഡ് ഗ്രൂപ്പും ആയിരുന്നു അറ്റാച്ച്മെന്റ് വന്നിരുന്നത്. പക്ഷേ ഇതിനകത്ത് എല്ലാത്തിലും എസ്റ്റർ ലിങ്കേജിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ ആദ്യത്തെ കാർബൺ ആറ്റത്തിനും ഫാറ്റി ആസിഡും തമ്മിലുള്ള ലിങ്കേജ് ഇല്ലേ, അതൊരു ഈഥർ ലിങ്കേജ് ആണെങ്കിലോ അതാണ് പ്ലാസ്മലോജൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് കാണിച്ചേക്കുന്നത് കണ്ടോ, ഈഥർ ലിങ്ക്ഡ് ആൽക്കീൻ എന്ന് കാണിച്ചിരിക്കുന്നത്. അവിടെ മാത്രം ഈഥർ ലിങ്കേജ് വന്നു. ആദ്യത്തെ കാർബൺ ആറ്റവും ഫാറ്റി ആസിഡും തമ്മിലുള്ളത് എസ്റ്ററിന് പകരം ഈഥറായി. എന്തിനാ അവർ എസ്റ്ററിന് പകരം ഈഥർ ആക്കിയത്? കാരണം ഈഥർ എന്ന് പറയുന്ന ബോണ്ട് എസ്റ്ററിനേക്കാളും കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. അപ്പൊ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടില്ലേ. പ്ലാസ്മലോജനിലെ ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കൊളിനാകാം അല്ലെങ്കിൽ എത്തനോളമീൻ ആകാം. ഇവിടെ ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് ആരാ,
കൊളിനാണ് കാണിച്ചിരിക്കുന്നത്. ഈതർ ലിങ്ക്ഡ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ചും കൂടെ സ്ട്രോങ് ആണെന്ന്. കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള സാധനം നമുക്ക് നമ്മുടെ ബോഡിയിലെ ഏറ്റവും മെയിൻ പാർട്സിനെല്ലാം ഇപ്പൊ എന്തായാലും വേണ്ടത്, കാരണം സ്ട്രോങ് ആയിട്ടിരിക്കണമല്ലോ അവരുടെ മെംബ്രെയിനൊക്കെ. അങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട പോർഷൻ അപ്പൊ എവിടെയായിരിക്കും? ഹാർട്ടിലും ബ്രെയിനിലും ആയിരിക്കും. അപ്പൊ ഹാർട്ടിലും ബ്രെയിനിന്റെ ഒക്കെ മെംബ്രെയിനിൽ മെയിൻ ആയിട്ട് കാണുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് പ്ലാസ്മനോജൻ ആണ്. അടുത്താണ് കാർഡിയോലൈപ്പിൻ. കാർഡിയോലൈപ്പിൻ എന്ന് പറയുമ്പോൾ ഒരു ഡയസൈൽ ഗ്ലിസറോളിലേക്ക് ഒരു ഫാറ്റ് ഫോസ്ഫേറ്റും ഹെഡ് ഗ്രൂപ്പും വന്നിരിക്കുന്നു. അങ്ങനെയുള്ള വേറൊരു കോമ്പൗണ്ട് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ഗ്ലിസറോളിലേക്ക് അറ്റാച്ച്മെന്റ് നടത്തിയിരിക്കുന്നു. അതായത് നമ്മള് 3 കാർബൺ ആറ്റം ഫാറ്റി ആസിഡ്, ഫാറ്റി ആസിഡ് വന്നില്ലേ? ആ ഫാറ്റി ആസിഡ് ഇനി 3ാമത്തെ കാർബണിലേക്ക് ഒരു ഫോസ്ഫേറ്റും അറ്റാച്ച് ചെയ്തു. ഇങ്ങനെയുള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഫോസ്ഫാറ്റിഡേറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഫോസ്ഫാറ്റിഡേറ്റിലേക്കാണ് പിന്നീട് ആര് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? ഹെഡ് ഗ്രൂപ്പുകളായിട്ടുള്ള ആൾക്കാർ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫോസ്ഫാറ്റിഡേറ്റ്, ഇങ്ങനെയുള്ള 2 ഫോസ്ഫാറ്റിഡേറ്റുകളിലേക്ക്, ഒരു ഫോസ്ഫാറ്റിഡേറ്റ് ഇവിടെ, അടുത്ത ഫോസ്ഫാറ്റിഡേറ്റ് ഇവിടെ, ഇവർ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്തേക്കുന്നത് ആരിലേക്കാ? ഒരു ഗ്ലിസറോളിലേക്ക്. അങ്ങനെ ഗ്ലിസറോളിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ആണ് കാർഡിയോലൈപ്പിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ എന്ത് പറയാനായിട്ട് പറ്റും? കാർഡിയോലൈപ്പിൻ എന്ന് പറയുന്നത് ഡൈ ഫോസ്ഫാറ്റിഡൈൽ ഗ്ലിസറോൾ എന്ന് പറയാലോ. കാരണം 2 ഫോസ്ഫാറ്റിഡേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അവരെ ഗ്ലിസറോളിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡൈ ഫോസ്ഫാറ്റിഡൈൽ ഗ്ലിസറോൾ എന്ന് പറയാലോ നമ്മുടെ കാർഡിയോലൈപ്പിനെ. ഇവരുടെ വേറെ പേരാണത്. ഇതുപോലെ തന്നെ ഇവര് മൈറ്റോകോൺട്രിയ, ബാക്ടീരിയ, ക്ലോറോപ്ലാസ്റ്റിന്റെ ഒക്കെ മെംബ്രെയിനിലാണ് ഇവർ കാണുന്നത്. അടുത്ത നമ്മുടെ സ്പിംഗോമൈലിൻ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നതിലേക്ക് ഒരു കോമൺ ആയിട്ടുള്ള ബാക്ക് ബോൺ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. 3 കാർബൺ ആറ്റം 2 ഫാറ്റി ആസിഡ് അറ്റാച്ച് ചെയ്തേക്കുന്നു. 3ാമത്തെ കാർബണിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇവിടെ ഫോസ്ഫേറ്റ് ഉണ്ട്, പക്ഷെ ബാക്ക് ബോൺ ഡിഫറെന്റ് ആണ് സ്പിംഗോമൈലിന്. സ്പിംഗോമൈലിൻ അതായത് സ്പിംഗോ എന്ന് പറയുന്നത് എന്തോ ഒരു സാധനമായിരിക്കും. അപ്പൊ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സ്പിംഗോസിനാണ് അവിടുത്തെ ബാക്ക് ബോൺ. ആ സ്പിംഗോസിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്പിംഗോസിനെ നമ്മൾ നോക്കുവാണെങ്കിൽ അവർ 18 കാർബൺ അമിനോ ആൽക്കഹോൾ ആണ് ആക്ച്വലി സ്പിംഗോസിൻ എന്ന് പറയുന്നത്. 18 കാർബൺ ഉള്ള അമിനോ ആൽക്കഹോൾ ആണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് സ്പിംഗോസിൻ എന്ന് പറയുന്നത്. ആ സ്പിംഗോസിന്റെ അമിനോ ഗ്രൂപ്പിലേക്ക് ഒരു ഫാറ്റി ആസിഡിനെ അറ്റാച്ച് ചെയ്തതിന് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെറാമൈഡ്. സെറാമൈഡും ഇപ്പോ അത്ര അപരിചിതമല്ലാത്ത ഒരു വാക്കാണല്ലേ. കാരണം കോസ്മെറ്റിക്സിലൊക്കെ സെറാമൈഡിന്റെ അബണ്ടൻസ് ഇപ്പൊ കൂടി വരുവാണല്ലോ. എപ്പൊ നമ്മൾ പരസ്യം നോക്കിയാലും അഡ്വർടൈസ്മെന്റിലൊക്കെ നമുക്കിപ്പോ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോഴാണെങ്കിലും സെറാമൈഡ് റിച്ച് ആയിട്ടുള്ള സ്കിൻ ബാരിയർ ഫോർമേഷനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സും അതുപോലെ തന്നെ സെറംസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം എന്തുകൊണ്ടാ? ഈ സെറാമൈഡ് ആരുടെ കമ്പോണന്റാ? നമ്മുടെ മെംബ്രെയിൻ ഫോർമേഷനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണൻസ് ആണ്. അപ്പൊ അവര് ആ ഫോർമേഷനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് പോഴ്സ് ഒന്നും ഇല്ലാതെ ബാരിയേഴ്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ സിമെന്റ് ഇടുന്ന ആ പണി തന്നെയാണ് ആക്ച്വലി ഇവരും ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സ്കിന്നിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തോളും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സെറാമൈഡ് കോസ്മെറ്റിക്സിലൊക്കെ വരാനായിട്ട് കാരണം. ഈ സെറാമൈഡിന് എന്താ ചെയ്യാൻ പോകുന്നത്? ഈ സെറാമൈഡിലേക്ക് ഫോസ്ഫേറ്റ് ബേസ്ഡ് ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ബേസ്ഡ് ഗ്രൂപ്പിനെയോ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഗ്രൂപ്പ് ആണല്ലോ നമുക്ക് ഇപ്പൊ വേണ്ടത്. കാരണം നമ്മളിപ്പോ ഫോസ്ഫോലിപ്പിഡ്സ് അല്ലേ പഠിക്കുന്നത്. അപ്പൊ ഫോസ്ഫേറ്റ് ബേസ്ഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പിംഗോലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫോസ്ഫോസ്പിംഗോലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് സ്പിംഗോമൈലിൻ. അവിടെ ഫോസ്ഫേറ്റ് ബേസ്ഡ് കൊളീനോ ഫോസ്ഫേറ്റ് ബേസ്ഡ് എത്തനോൾ അമീൻ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതിനകത്ത് സ്പിംഗോമൈലിൻ എന്ന് പറയുന്നത് മൈലിൻ, അതായത് മൈലിൻ ഷീത്തിലാണ് ആക്ച്വലി ഇവരുടെ പ്രസൻസ് മെയിൻ ആയിട്ട് വരുന്നത്. മൈലിൻ ഷീത്ത് എന്താ? നമ്മുടെ ന്യൂറോൺസിന്റെ ഒക്കെ ആക്സോണിനെ കവർ ചെയ്ത് കാണുന്ന പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആണല്ലോ ആക്ച്വലി മൈലിൻ എന്ന് പറയുന്നത്. ആ മൈലിൻ ഷീത്തിന്റെ ഒക്കെ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അവിടുത്തെ അബണ്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് ആര്? സ്പിംഗോമൈലിൻ എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഫോസ്ഫോലിപ്പിഡ്സ് ആയിരുന്നു, ഫോസ്ഫേറ്റ് ബേസ്ഡ് ലിപ്പിഡ്സ് ആയിരുന്നു അത്. അടുത്തതാണ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? അവിടെ കാർബോഹൈഡ്രേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലിപ്പിഡ്സ് ആയിരിക്കും അല്ലേ. അതായത്
നമ്മൾ നേരത്തെ പറഞ്ഞ സ്പിങ്കോസിൻ ബാക്ക് ബോണില്ലേ, അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ആ സ്പിങ്കോസിൻ ബാക്ക് ബോണിന്റെ അമിനോ ഗ്രൂപ്പിലേക്ക് ഫാറ്റി ആസിഡിനെ അറ്റാച്ച് ചെയ്ത് സെറാമൈഡിനെ ഫോം ചെയ്തു. ആ സെറാമൈഡിലേക്ക് ഇനി ഫോസ്ഫേറ്റ് ബേസ്ഡ് ഹെഡ് ഗ്രൂപ്പിന് പകരം അവിടെ കാർബോഹൈഡ്രേറ്റ് വന്നു. അതായത് ഇതാ നോക്കൂ, ഇതാ ഈ പിക്കിൽ ഇപ്പൊ കാണിച്ചേക്കുന്നത് പോലെ ഇത് സെറാമൈഡ് ആണല്ലോ. ആ സെറാമൈഡിലേക്ക് അറ്റാച്ച്മെന്റ് നടത്തിയിരിക്കുന്നത് ആരാ? കാർബോഹൈഡ്രേറ്റ് ആണ്. അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റിന്റെ അറ്റാച്ച്മെന്റ് വന്നു കഴിയുമ്പോൾ അത് ആരെ ഫോം ചെയ്തത്? ഗ്ലൈക്കോലിപ്പിഡ്സ്. സെറിബ്രോസൈഡ്, ഗ്ലോബോസൈഡ്, ഗാംഗ്ലിയോസൈഡ്, അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഗ്ലൈക്കോലിപ്പിഡ്സ് ഉണ്ട്. അതിനകത്ത് സെറിബ്രോസൈഡ് എന്ന് പറയുന്നത് എന്താ? കാർബോഹൈഡ്രേറ്റ് തന്നെ മോണോസാക്രൈഡും ഡൈസാക്രൈഡും ഒലിഗോസാക്രൈഡും ഒക്കെ ഉണ്ടല്ലോ. അതിനകത്ത് മോണോസാക്രൈഡ് ആയിട്ടുള്ളവയാണ് അറ്റാച്ച്മെന്റ് നടന്നിരിക്കുന്നതെങ്കിൽ അതാണ് സെറിബ്രോസൈഡ്. അപ്പോ ഇപ്പൊ നമ്മൾ ഗ്ലൂക്കോസ്, ഗാലക്ടോസ് ഒക്കെ മോണോസാക്രൈഡ്സ് അല്ലേ. അപ്പൊ ഗ്ലൂക്കോസിന്റെ അറ്റാച്ച്മെന്റ് ആണെങ്കിൽ അതിനെ ഗ്ലൂക്കോസ് സെറിബ്രോസൈഡ് എന്ന് വിളിക്കും. ഗാലക്ടോസ് ആണെങ്കിൽ ഗാലക്ടോസ് സെറിബ്രോസൈഡ് എന്ന് വിളിക്കും. ഗ്ലോബോസൈഡിലേക്ക് വരുമ്പോഴാണെങ്കിൽ അവിടെ ഒലിഗോസാക്രൈഡ്സ് ആയിരിക്കും അറ്റാച്ച്മെന്റ് നടത്തിയിട്ടുണ്ടാവുക. ഒലിഗോസാക്രൈഡ്സ് സെറാമൈഡിലേക്ക് അറ്റാച്ച്മെന്റ് നടത്തിയിട്ടുള്ള ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ് ഗ്ലോബോസൈഡ്. ഈ ഒലിഗോസാക്രൈഡിന്റെ ഒപ്പം 1 or 2 സിയാലിക് ആസിഡോ അല്ലെങ്കിൽ N-acetyl മ്യൂറാമിക് ആസിഡ്, സിയാലിക് ആസിഡ് ഓർ മ്യൂറാമിക് ആസിഡ് അവ വന്ന് അറ്റാച്ച്മെന്റ് നടത്തുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഗാംഗ്ലിയോസൈഡ് എന്ന് വിളിക്കും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ് നമുക്കുള്ളത്. അടുത്താണ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സ്. അതായത് ഇപ്പൊ നമ്മൾ കുറെ സാധനങ്ങൾ ലിപ്പിഡ്സ് ഉണ്ടാക്കുന്ന കഥയെ പറഞ്ഞതല്ലേ. അതായത് ഗ്ലൈക്കോലിപ്പിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതിനകത്ത് തന്നെ സെറിബ്രോസൈഡും ഗ്ലോബോസൈഡും ഗാംഗ്ലിയോസൈഡ് പിന്നെ സ്പിങ്കോമൈലിന്റെ കഥയൊക്കെ പറഞ്ഞു. ഇവയൊക്കെ തന്നെ ആവശ്യത്തിനുണ്ടാകണം, പക്ഷെ അതിൽ കൂടുതൽ ഉണ്ടാകാനും പാടില്ലല്ലോ. അപ്പൊ കൂടുതലായിട്ട് ഇപ്പൊ ഉണ്ടായി കുറെ ഗ്ലൂക്കോസ് സെറിബ്രോസൈഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ കുറെ ഗ്ലൂക്കോസ് സെറിബ്രോസൈഡ് ഉണ്ടെങ്കിൽ അവയൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലൈസോസോമിൽ ചെന്നിട്ട് അവരെ ഡീഗ്രേഡ് ചെയ്ത് വേറെ കോമ്പൗണ്ട്സ് ആക്കി മാറ്റണം. അതായത് ഫാറ്റി ആസിഡ്സ് തന്നെ വീണ്ടും സിന്തസൈസ് ചെയ്യണം. അതിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്താൽ നമുക്ക് ഫാറ്റി ആസിഡിനെ കിട്ടുമല്ലോ. അതെന്തിനാ നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അക്യുമുലേഷൻ തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഈ എൻസൈംസ് ഒന്നും ഇനി ഇല്ലാതിരുന്ന എന്ത് സംഭവിക്കും? അവിടെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഏത് ലിപ്പിഡാണോ അവയുടെ അക്യുമുലേഷൻ ഉണ്ടാകും. അപ്പൊ അതുവഴി നമുക്ക് വേറെ ഡിസോർഡേഴ്സ് ഒക്കെ സംഭവിക്കാം. അതാണ് ഈ ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗ്ലൂക്കോസ് സെറിബ്രോസൈഡിന്റെ കേസ് ആണെങ്കിൽ അവിടെ അവയെ ക്ലീവ് ചെയ്യുന്ന എൻസൈമാണ് ഗ്ലൂക്കോസ് സെറിബ്രോസിഡേസസ്. അവയെ ക്ലീവ് ചെയ്ത് സെറാമൈഡ് ആക്കുന്നു, ദെൻ ഫാറ്റി ആസിഡ് ആക്കുന്നു. പക്ഷേ ഇവയുടെ അക്യുമുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഗ്ലൂക്കോസ് സെറിബ്രോസിഡേസിന് മ്യൂട്ടേഷൻ സംഭവിച്ചതിനാൽ അവിടെ ഉണ്ടാകുന്ന ഡിസീസിന്റെ പേരെന്താ? ഗൗച്ചേഴ്സ് ഡിസീസ് എന്നാണ്. അതുപോലെ തന്നെ വേറെ ഡിസീസ് ഉണ്ട്, ടേസാക്സ് ഡിസീസ്, സാന്തോഫ് ഡിസീസ്, ഫാബ്രിസ് ഡിസീസ്, നീമാൻപിക് ഡിസീസ് എന്ന് പറഞ്ഞ് വേറെ കുറേ ഡിസീസ് ഉണ്ട്, ക്രാബ്സ് ഡിസീസ് ഒക്കെ. ഓരോന്നിന്റെ അതായത് ഇപ്പൊ ഗാംഗ്ലിയോസൈഡ് ക്ലീവ് ചെയ്യുന്ന എൻസൈമാണ് HSLDC. ആ എൻസൈം ഇല്ലെങ്കിൽ അവിടെ ഗാംഗ്ലിയോസൈഡിന്റെ അക്യുമുലേഷൻ അതാണ് ടേസാക്സ് ഡിസീസ്. പിന്നെ നമ്മുടെ സ്പിങ്കോമൈലിന്റെ അക്യുമുലേഷൻ നടന്നതിന് അവിടെ വരുന്നതാണ് നീമാൻപിക് ഡിസീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വരുന്നതാണ് ക്രാബ്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ അവിടെ ഗാലക്ടോസ് സെറിബ്രോസൈഡിന്റെ അക്യുമുലേഷൻ ആണ് ഉണ്ടാകുക. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സ് ഒക്കെ നമുക്ക് ഉണ്ടാകാം. അപ്പൊ എന്തായാലും ആവശ്യത്തിന് സാധനം ഉണ്ടാകണം, കൂടുതലാകാനും പാടില്ല, എൻസൈമിന് മ്യൂട്ടേഷൻ നടക്കാനും പാടില്ല. ഇപ്പൊ നമ്മൾ ഫോസ്ഫോലിപ്പിഡ്സും ഗ്ലൈക്കോലിപ്പിഡ്സും പറഞ്ഞു. ആക്ച്വലി നമ്മൾ കോമ്പൗണ്ട് ലിപ്പിഡ്സ് മെയിൻ സാധനങ്ങളാണ് ഗ്ലൈക്കോലിപ്പിഡ്സും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഫോസ്ഫോലിപ്പിഡ്സും. ഇനി കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് സൾഫോലിപ്പിഡ്സ് എന്ന് പറയുന്നത്. സൾഫോലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? സൾഫർ കണ്ടെയ്നിങ് ലിപ്പിഡ്സ് ആണ്. അവര് നമ്മുടെ ബ്രെയിനിന്റെ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ എന്നൊക്കെ പറയില്ലേ, അതിനകത്ത് വൈറ്റ് മാറ്ററിൽ അബൻഡന്റ് ആയിട്ട് കാണുന്നയാളാണ് സൾഫോലിപ്പിഡ്സ്. ബ്രെയിനിൽ മാത്രമല്ല ലിവർ, കിഡ്നി, സലൈവറി ഗ്ലാൻസ്, ട്യൂമേഴ്സിലൊക്കെ സൾഫോലിപ്പിഡ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവർക്ക് അസിഡിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അസിഡിക് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് അവരുടെ കാറ്റയോൺസിനെ ബൈൻഡ് ചെയ്തിട്ട് നമ്മുടെ നെർവ് കണ്ടക്ടിവിറ്റി ഒക്കെ ഉണ്ടല്ലോ, അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഒക്കെ നോർമലായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ലിപ്പിഡാണ് സൾഫോലിപ്പിഡ്സ്. ഓക്കെ, അപ്പൊ നമ്മളപ്പോ സിമ്പിൾ കോമ്പൗണ്ട് ഡിറൈവ്ഡ് ലിപ്പിഡ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കോമ്പൗണ്ട് ലിപ്പിഡ്സിൽ ഫോസ്ഫോലിപ്പിഡ്സും ഗ്ലൈക്കോലിപ്പിഡ്സും അതുപോലെ തന്നെ സൾഫോലിപ്പിഡ്സും നമ്മൾ നോക്കി. അടുത്താണ് ലിപ്പോപ്രോട്ടീൻസ്. ലിപ്പോപ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ലിപ്പിഡ് പാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ പാർട്ടും ഉണ്ട് അല്ലേ. അപ്പൊ ലിപ്പോപ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ അവരും ഇതുപോലെ തന്നെ പോളാർ എൻഡും നോൺ പോളാർ ടെയിലും സാധനങ്ങളൊക്കെ അവർക്കുമുണ്ട്. അപ്പൊ അവർക്ക് എന്തായാലും ആ പോളാർ എൻഡ് വെച്ചിട്ട് വാട്ടറുമായിട്ട് റിയാക്ഷൻ മീൻസ് വാട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അവർക്ക് ബ്ലഡ് വഴി ഓരോ സാധനങ്ങളെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമല്ലോ. എന്തിനാ ഈ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ? അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോ
നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിച്ചാലാണ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഭക്ഷണം കഴിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? അതിന്റെ അബ്സോർപ്ഷൻ കറക്റ്റ് ആയിട്ട് തന്നെ നടക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡൈജഷൻ ഒക്കെ കഴിഞ്ഞ് ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അബ്സോർപ്ഷൻ നടക്കും. അങ്ങനെ അബ്സോർപ്ഷൻ നടത്തുമ്പോൾ നമ്മുടെ കൊളസ്ട്രോളും ഫാറ്റി ആസിഡ്സും അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടല്ലേ അബ്സോർബ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഈ അബ്സോർപ്ഷൻ ഒക്കെ നടത്തി ഈ സാധനങ്ങളെ കൊണ്ട് ആദ്യം എങ്ങോട്ടാ പോകുന്നത്? ലിവറിലേക്കാണ് പോകുന്നത്. ലിവറിൽ എത്തിക്കഴിഞ്ഞുമ്പോൾ ഇവരുടെ ഡിഗ്രഡേഷൻ നടക്കും. ഡിഗ്രേഡ് ചെയ്ത് ഇവർ ഓരോ സാധനം കറക്റ്റ് ആയിട്ട് അവരുടെ കമ്പോണൻസ് ആക്കി മാറ്റി ഓരോ ടിഷ്യൂസിലേക്കും സെൽസിലേക്കും അതാത് സ്ഥലങ്ങളിൽ എവിടേക്കാണോ വേണ്ടത് അവിടേക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ലിവറിൽ എത്തിയില്ലേ, ലിവറിൽ എത്തി കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ ഡീഗ്രഡേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഓരോരോ ഘട്ടത്തിൽ വെച്ച് ഇവർക്ക് ഓരോരോ കോമ്പൗണ്ട്സ് ആയിട്ട് മാറാനായിട്ട് പറ്റും. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിപ്പോപ്രോട്ടീൻസ് ഫോം ചെയ്യാനായിട്ട് പറ്റും. കൈലോമൈക്രോൺസ്, VLDL, LDL, HDL അതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിപ്പോപ്രോട്ടീൻസ് ആണ്. അപ്പൊ അതിനകത്ത് കൈലോമൈക്രോൺസ് എന്ന് പറയുന്നത് ഇവരുടെ ആദ്യത്തെ ഫോമാണ്. അതായത് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലിവറിലേക്കും ഫാറ്റ് സെൽസിലേക്കും ഒക്കെ ഫാറ്റ്സിനെയും കൊളസ്ട്രോളിനെയും എത്തുന്ന ആ ഫോം. അതിനകത്തെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടന്റ് എന്തായിരിക്കും? ട്രൈഗ്ലിസറൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ LDL, HDL ഒക്കെ വെച്ച് നോക്കുമ്പോൾ ലാർജസ്റ്റ് ആണ് ഇവര്, പക്ഷെ ഡെൻസിറ്റി അവർക്ക് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കൈലോമൈക്രോൺസിന് അധികം പ്രശ്നക്കാരനല്ല. അവർ ലിവറിലേക്ക് സാധനങ്ങളെ കൊണ്ടുപോകുക എന്നൊരു കൺസെപ്റ്റ് മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന VLDL എന്ന് പറയുന്നത് അപ്പോ പ്രോട്ടീൻസ് ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവയാണ്. അപ്പോ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ അപ്പോബി 100, അപ്പോബി 75 അതുപോലെ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അപ്പോ പ്രോട്ടീൻസ്, അങ്ങനെയുള്ള അപ്പോ പ്രോട്ടീൻസ് ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവയാണ് VLDL എന്ന് പറയുന്നത്. അവര് നമ്മുടെ നേരത്തെ പറഞ്ഞ കൈലോമൈക്രോൺസിനേക്കാളും കുറച്ചും കൂടെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. പക്ഷെ LDL, HDL ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്കും വെരി ലോ ഡെൻസിറ്റിയാണ് വരാം. അവരെന്ന് പറയുന്നതും ഇതുപോലെ ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന ഇൻറ്റസ്റ്റൈനിൽ നിന്ന് നമ്മൾ അബ്സോർബ് ചെയ്ത് കൊണ്ടുവരുന്ന അവയുടെ കുറച്ച് ഡിഗ്രഡേഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ് കൈലോമൈക്രോൺസ്. കൈലോമൈക്രോൺസ് ആ ഫാറ്റ്സും കൊളസ്ട്രോൾ ഒക്കെ ഉള്ള സാധനം തന്നെ നമുക്ക് പറയാം. കൈലോമൈക്രോൺസ് അതാണെങ്കിൽ അതിന്റെ കുറച്ചും കൂടെ ഡിഗ്രഡേഷൻ നടന്നിട്ടുള്ള ഒരു ഫോമാണ് VLDL. പക്ഷെ VLDLന്റെ ഡിഗ്രഡേഷൻ നടന്ന അതിന്റെ അവസാനത്തെ ഒരു റെമനന്റ് ആയിട്ട് വരുന്ന ആളാണ് ആര്? LDL എന്ന് പറയുന്നത്. അവസാനത്തെ റെമനന്റ് എന്ന് പറയുമ്പോൾ എന്താ? ആക്ച്വലി അതെന്താണ്? ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അതായത് നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനി ആവശ്യമില്ലാത്ത കൊളസ്ട്രോൾ കണ്ടന്റ് കൂടിയ സാധനമാണ് എന്ത്? LDL എന്ന് പറയുന്നത്, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോൾ അവർക്ക് ഉണ്ടായല്ലോ, ഇനി നമ്മുടെ ടിഷ്യൂസിനൊന്നും ആവശ്യമില്ല. പക്ഷെ അവര് ഈ LDL ലിവറിൽ നിന്ന് ടിഷ്യൂസിലേക്ക് ഫാറ്റ്സിനെയും കൊളസ്ട്രോളിനെയൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പക്ഷെ അങ്ങനെ കൊണ്ടുപോയി കൊടുത്താൽ പ്രശ്നമല്ലേ? കാരണം വേണ്ട ഇനി, എന്നിട്ടും ലിവറിൽ നിന്ന് ടിഷ്യൂലേക്ക് ഫാറ്റ്സിനെയും കൊളസ്ട്രോളിനെയും കൊണ്ടുപോയി കൊടുത്തു. ഫാറ്റ്സിനെയും കൊളസ്ട്രോളിനെയും ലിവറിൽ വെച്ച് ഡിഗ്രേഡ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഡിഗ്രേഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ വേസ്റ്റ് ആയിട്ട് വരുന്ന സാധനമാണ് ആക്ച്വലി LDLലുള്ള ഫാറ്റ്സും കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ആ വേസ്റ്റിനെ കൊണ്ടുപോയി എവിടെ കൊടുത്തു? നമ്മുടെ ടിഷ്യൂസിന് കൊടുത്തു. പക്ഷെ വേസ്റ്റിന് നമുക്ക് എന്തായാലും ബോഡി ഒന്നും വേണ്ടല്ലോ, അത് എലിമിനേറ്റ് ചെയ്യേണ്ട സാധനമല്ലായിരുന്നോ? അപ്പൊ ടിഷ്യൂസിൽ എത്തിക്കാൻ അത് പ്രശ്നമാണ്. അപ്പൊ LDL നമ്മുടെ ബ്ലഡിൽ കൂടുവാണെങ്കിൽ അവിടെ എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പറയുന്ന കൊളസ്ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലാണെന്നൊക്കെ നമ്മൾ പറയുന്നത് ആക്ച്വലി LDLന്റെ എമൗണ്ട് നമ്മുടെ ബ്ലഡിൽ കൂടുമ്പോഴാണ്. കാരണം LDL കൂടിക്കഴിഞ്ഞാൽ അത് ബാഡ് കൊളസ്ട്രോൾ ആണ്, നമ്മുടെ ബോഡിക്ക് അത് ദൂഷ്യം ചെയ്യുന്നവയാണ്. HDL പക്ഷേ ടിഷ്യൂസിൽ നിന്ന് കൊളസ്ട്രോളിനൊക്കെ ലിവറിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അതുകൊണ്ട് HDL ഒരു ഗുഡ് കൊളസ്ട്രോൾ അല്ലേ? ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്. അത് ഗുഡ് കൊളസ്ട്രോൾ ആണ്. കാരണം കൊളസ്ട്രോളിനെ ടിഷ്യൂസിലേക്ക്, വേണ്ടാതിരിക്കുന്ന ടിഷ്യൂസിനെയൊക്കെ എലിമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് ലിവറിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നയാളാണ് HDL എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ HDL ബ്ലഡിൽ കൂടുതലാണെങ്കിൽ അതൊരു ബ്ലഡിൽ കൂടുതലാണ് ഇൻ ദ സെൻസ് LDLനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ റേഷ്യോ കൂടുതലാണെങ്കിൽ നല്ലതാണെന്ന് നമ്മൾ പറയാം. അതുപോലെ തന്നെ HDLന്റെ അളവ് ബ്ലഡിൽ കൂടുമ്പോൾ അല്ലെങ്കിൽ LDLന്റെ അളവ് ബ്ലഡിൽ കുറയുമ്പോൾ നമ്മുടെ ഹാർട്ട് സംബന്ധമായ ഡിസീസുകളൊക്കെ കുറയാനുള്ള സാധ്യതയാണ് അവിടെ വരാം. കാരണം ഇപ്പൊ LDL ബ്ലഡിൽ കൂടുതലാണെങ്കിൽ നമ്മൾ പറയും ഹാർട്ട് ഡിസീസിനുള്ള സാധ്യത കൂടുതലാണ്. എന്തായിരിക്കും അതിന് കാരണം? LDL എന്ന് പറയുന്നത് ബാഡ് കൊളസ്ട്രോളാണ്. കൊളസ്ട്രോളിന് ലിവറിൽ നിന്ന് ടിഷ്യൂസിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കൊറോണറി ആർട്ടറി വാൾസിലൊക്കെ ഈ കൊളസ്ട്രോളിന്റെ ഒക്കെ ഡെപ്പോസിഷൻ നടന്നു കഴിഞ്ഞാൽ അവരുടെ ബ്ലോക്കേജ് ഉണ്ടാവത്തില്ലേ? അങ്ങനെ ബ്ലോക്ക് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? ഹാർട്ടിനൊക്കെ ബ്ലോക്ക്, ആർട്ടറി വാൾസിനൊക്കെ ബ്ലോക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ഒന്നും നടക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ
അവിടെ എന്ത് സംഭവിക്കും? ഒരു ഡിസീസ് കണ്ടീഷൻ വരും. അതാണ് അഥീറോസ്ക്ലീറോസിസ്. അഥീറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടറി വാൾസിന്റെ ബ്ലോക്കേജ് ആണ് ആക്ച്വലി പറയുന്നത്. കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ കാരണമാണ് അത് ഉണ്ടാകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഡ്രഗ് ഒക്കെ കൊടുക്കും. സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഡ്രഗ് ആക്ച്വലി ചെയ്യുന്നത് ഈ കൊളസ്ട്രോൾ ബയോസിന്തസിസിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. കൊളസ്ട്രോൾ ബയോസിന്തസിസിനെ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ കുഴപ്പമില്ലല്ലോ, പിന്നെ വീണ്ടും കൊളസ്ട്രോളിന് സിന്തസിസ് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടും. അപ്പൊ എന്തായാലും LDL എന്ന് പറയുന്നത് ബാഡ് കൊളസ്ട്രോൾ ആണ്, HDL ആണ് ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കരുതെന്ന് പറയുന്നത്. കാരണം എല്ലാം ഒരു റെഗുലേറ്റഡ് മാനറിൽ പോകണം. നമ്മുടെ അക്യുമുലേഷൻ ഒന്നിന്റെ നടക്കാനായിട്ട് പാടില്ലല്ലോ. കറക്റ്റായിട്ട് അതിന്റെ റെഗുലേറ്റഡ് വേ ഓഫ് മാനറിൽ പോയില്ലെങ്കിൽ നമുക്കൊരു ഹെൽത്തി ബോഡി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. അടുത്തതാണ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. ഇപ്പൊ നമ്മൾ പഠിച്ച സിമ്പിളും കോമ്പൗണ്ട് ലിപ്പിഡ്സ് ഒക്കെ ആക്ച്വലി നമ്മളൊരു ലിപ്പിഡ് കൊളസ്ട്രോൾ ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ ഏതോ ഒരു ലിപ്പിഡിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത സാധനങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻസിന്റെ കേസിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ അരാക്കിഡോണിക് ആസിഡ് ഒരു ഫാറ്റി ആസിഡ് ആണല്ലോ, ഒരു അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് അരാക്കിഡോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ അരാക്കിഡോണിക് ആസിഡിൽ നിന്ന് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആളുകളെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അതിനെയാണ് നമ്മൾ ഇക്കസാനോയിഡ്സ് എന്ന് പറയുന്നത്. ഇക്കസാനോയിഡ്സ് ഒരു ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ആണ്. ജനറലി 4 പേര് ചേർത്ത് നമ്മൾ പറയുന്ന ഒരു ടേമാണ് ഇക്കസാനോയിഡ്സ് എന്ന് പറയുന്നത്. ല്യൂക്കോട്രൈൻസ്, ത്രോംബോക്സൈൻ, പ്രോസ്റ്റാസൈക്ലിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ, ഇങ്ങനെ 4 പേര് ചേർത്തിട്ടുള്ള ഒരു ജനറൽ ടേമാണ് ഇക്കസാനോയിഡ്സ് എന്ന് പറയുന്നത്. അരാക്കിഡോണിക് ആസിഡിൽ നിന്ന് നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ല്യൂക്കോട്രൈൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അരാക്കിഡോണിക് ആസിഡിൽ നിന്ന് PGH2 ഉപയോഗിച്ചിട്ട് PGH2 സിന്തേസ് എന്ന് പറയുന്ന എൻസൈം, പ്രോസ്റ്റാഗ്ലാൻഡിൻ H2 സിന്തേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ട് പ്രോസ്റ്റാഗ്ലാൻഡിൻ, ത്രോംബോക്സൈൻ, പ്രോസ്റ്റാസൈക്ലിനൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ എന്തിനാ നമ്മൾ ഈ ഇക്കസാനോയിഡ്സിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത്? നമ്മൾ വെറുതെ ഇരിക്കുന്ന ലിപ്പിഡിൽ നിന്ന് വീണ്ടും ഡിറൈവ് ചെയ്ത് അടുത്ത ആൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ബോഡിയിലൊക്കെ ഇൻഫ്ലമേഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ ഫീവർ എന്നൊക്കെ പറയുന്നത് പനി വരുമ്പോൾ നമ്മൾ ഗുളിക എടുത്ത് കഴിക്കുമല്ലേ. പക്ഷെ ആക്ച്വലി ഫീവർ വരുന്നത് നല്ലതാണെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു മെക്കാനിസം, ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആക്ച്വലി നമുക്ക് ഫീവർ ഒക്കെ വരുന്നത്. അങ്ങനെയുള്ള ഫീവർ അല്ലെങ്കിൽ പെയിൻ ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ആളാണ് ഇക്കസാനോയിഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇക്കസാനോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് പെയിൻ കൂടിക്കഴിഞ്ഞാണ്. അപ്പൊ നമുക്ക് പെയിൻ കില്ലേഴ്സ് പോലെയുള്ള ആസ്പിരിൻ ഒക്കെ യൂസ് ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇബുപ്രൂഫൻ ഒക്കെ യൂസ് ചെയ്യുമല്ലോ. അതുപോലത്തെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത് അവർ ഈ ഇക്കസാനോയിഡ്സിന്റെ സിന്തസിസ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ എന്താ PGH2 സിന്തേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ് ആര്? ആസ്പിരിൻ എന്ന് പറയുന്നത്. ആസ്പിരിൻ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ PGH2 സിന്തേസ് എന്ന് പറയുന്ന എൻസൈമിനെ അവർ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ പിന്നെ അരാക്കിഡോണിക് ആസിഡിൽ നിന്ന് ഇക്കസാനോയിഡ്സ് പ്രൊഡ്യൂസ് ആകത്തില്ല. അതാണ് ആക്ച്വലി ആസ്പിരിൻ പോലെയുള്ള ഡ്രഗ്സ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ആണ് ഐസോപ്രിനോയിഡ്സ്. ഐസോപ്രിനോയിഡ്സ് എന്ന് പറയുന്നത് ടെർപീൻസ് ആകാം, സ്റ്റിറോയിഡ്സ് ആകാം, അല്ലാണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസോപ്രിനോയിഡ്സ് വേറെയും ഉണ്ട്. കോമൺ ആയിട്ട് നമ്മൾ ടെർപീൻസും സ്റ്റിറോയിഡ്സും ആണ് പറയുന്നത്. ഈ ഐസോപ്രിനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോപ്രീൻ എന്ന് പറയുന്ന 5 കാർബൺ യൂണിറ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, അതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന കോമ്പോണൻസിനെയാണ് നമ്മൾ ഐസോപ്രിനോയിഡ്സ് എന്ന് പറയുന്നത്. അതിന് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ടെർപീൻസും സ്റ്റിറോയിഡ്സ് ആണ്. ടെർപീൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെർപീൻ ഉണ്ട്. ആക്ച്വലി പ്ലാന്റിലാണ് മെയിൻ ആയിട്ട് ടെർപീൻസിനെ കാണുന്നത്. പ്ലാന്റിന്റെ ഒരു സെക്കൻഡറി മെറ്റബോളൈറ്റ് അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട്, മീൻസ് പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് ടെർപീൻസ് എന്ന് പറയുന്നത്. ടെർപീൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 5 കാർബൺ യൂണിറ്റ് ആണ് ഐസോപ്രീൻ എന്ന് പറയുന്നത്. അതുപോലത്തെ 2 ഐസോപ്രീൻ യൂണിറ്റുകൾ ചേർന്നാലോ 10 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറില്ലേ, അതാണ് മോണോടെർപിൻ. ഒരെണ്ണം കൂടെ വന്നാലോ 15 കാർബൺ ഉള്ള ടെർപിൻ ആകും. പിന്നെ വന്നാലോ 20 കാർബൺ ഉള്ള ടെർപിൻ ആകും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെർപിൻ ഉണ്ട്. മോണോടെർപിൻ, സെസ്റ്റോടെർപിൻ, ഡൈടെർപിൻ, സ്ക്യൂടെർപിൻ, സെസ്റ്റോടെർപിൻ, അതുപോലെ തന്നെ ട്രൈടെർപിൻ, പോളിടെർപിൻ പോലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെർപിൻസ് നമുക്കുണ്ട്. ഈ ടെർപിൻസ് പ്ലാന്റ്സിന്റെ മെറ്റബോളൈറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഡിഫൻസ് മെക്കാനിസത്തിനാണ് അവരുടെ യൂസേജ് വരണേന്ന് പറഞ്ഞു. ആക്ച്വലി എങ്ങനെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് റിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. റിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് റിസിൻസ് ആക്ച്വലി എന്താ പശ പോലെ ഇരിക്കുന്ന മെറ്റീരിയൽ ആണല്ലേ. അപ്പൊ അതുള്ള പ്ലാന്റ്സിനെ നമ്മുടെ ഇൻസെക്ട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കറക്റ്റ് ആയിട്ടുള്ള, അതായത് അവരുടെ റെസിൻ ആണല്ലോ, അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് ചൂവബിൾ പ്രോപ്പർട്ടിയിലേക്ക് പോകാനായിട്ട് പറ്റില്ല. കാരണം അവരുടെ വായൊക്കെ റിസിൻ വന്നിട്ട് അടഞ്ഞു പോകില്ലേ. അപ്പൊ അതൊരു ഡിഫെൻസീവ് മെക്കാനിസം ആയിട്ട് യൂസ് ചെയ്യാലോ. അതുപോലെ തന്നെ
നല്ല സ്മെല്ലുകൾ, എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ടെർപീൻസ് വഴിയാണ്. കാരോഫീന്, അതുപോലെ തന്നെ ക്ലോവ് ഓയിലിൽ നിന്ന് വരുന്ന ആ നല്ല ഒരു നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു സ്മെല്ലില്ലേ, ഇപ്പം മെന്തോള്, പെപ്പർമിന്റ് ഓയിലിൽ നിന്നൊക്കെ വരുന്ന മെന്തോള് പോലത്തെയുള്ള സ്മെല്ലൊക്കെ, അതൊക്കെ ആക്ച്വലി എന്താ നടക്കുന്നത്, അങ്ങനെയുള്ള സ്മെല്ല് നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ നല്ല സ്മെല്ലെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ മസാലയുടെ ഒക്കെ സ്മെല്ലാണെങ്കിൽ നമുക്കത് നല്ലതാണല്ലോ, നമ്മുടെ നല്ല മസാലയുടെ മണം, അങ്ങനെയൊക്കെ നമുക്കായിരിക്കും നല്ലത്. പക്ഷെ ഇൻസെക്ട്സിന് അത് വേറെ രീതിയിലായിരിക്കും എഫക്ട് ചെയ്യുന്നത്. അവർക്ക് ചിലപ്പോൾ ആ സ്മെല്ലെന്ന് പറയുന്നത് ഒരു റിപ്പലൻ പ്രോപ്പർട്ടി ആയിട്ടായിരിക്കും, അവർക്ക് ആ പ്ലാന്റിന്റെ അടുത്തേക്ക് പോകാനായിട്ട് തോന്നാത്ത രീതിയിലായിരിക്കും. അപ്പൊ അതൊരു പ്ലാന്റിന്റെ ഡിഫൻസ് മെക്കാനിസം ആയില്ലേ, കാരണം ആ ഇൻസെക്ട്സ് ഒന്നും എന്തായാലും അപ്പൊ ആ പ്ലാന്റിലേക്ക് വരില്ലല്ലോ. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ അസാഡിറാക്റ്റ ഇൻഡിക്ക, അതായത് നീം, ആര്യവേപ്പിന്റെ ഇലയ്ക്ക് നല്ല കയ്പാണല്ലോ, ഇലയ്ക്ക് മാത്രമല്ല അതിന്റെ തണ്ടിനൊക്കെ ആക്ച്വലി നല്ല കയ്പാണ്. അപ്പൊ ആ കയ്പ് ആക്ച്വലി ബിറ്റർ ടേസ്റ്റ് കൊടുക്കുന്നത് ആക്ച്വലി ബിറ്റർ ട്രൈ ടെർപീൻസ് ആണ്. അപ്പൊ ആ ടെർപീൻസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ബിറ്റർ ടേസ്റ്റ് വരുന്നു. അപ്പൊ ഇൻസെക്ട്സിന് അത് കഴിക്കാനായിട്ട് തോന്നില്ല. അങ്ങനെ ഒരു ഡിഫൻസ് മെക്കാനിസം കാണിക്കുന്നു. ഇത് കൂടാതെ ഇപ്പൊ റിസൻസും അതുപോലെ തന്നെ എസെൻഷ്യൽ ഓയിൽസും പിന്നെ സ്മെല്ലിന്റെ ടേസ്റ്റിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് കൂടാതെ അവർക്ക് വേറെ ഹോർമോണൽ ചേഞ്ചസ് വരുന്നത് ഫൈറ്റോ എക്ഡൈസോൺസ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്ത്, അല്ലെങ്കിൽ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് ആക്ട് ചെയ്ത്, അങ്ങനെയൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ട് പ്ലാന്റ് യൂസ് ചെയ്യുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ് ടെർപീൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റിറോയിഡ്സ്. സ്റ്റിറോയിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റിറോയിഡ് കുത്തിവെക്കാന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, സ്റ്റിറോയിഡ് തന്നെയാണെന്ന് വേണ്ടി നമുക്ക് പറയാം. സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഐസോപ്രിൻ യൂണിറ്റുകളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഐസോപ്രിൻ യൂണിറ്റ് എന്ന് പറയുമ്പം നമ്മുടെ പ്ലാന്റ്സിലും അനിമൽസിലും ബാക്ടീരിയയിലൊക്കെ സ്റ്റിറോയിഡ്സ് ഉണ്ട്. അനിമൽ സ്റ്റിറോയിഡ്സ് ഏതാണ്? കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് 27 കാർബൺ കോമ്പൗണ്ട് ആണ്. 4 റിങ് ഐസോപ്രിനോയിഡ് ആണ് അതിനകത്ത് വന്നേക്കുന്നത്. 4 റിംഗ് ഐസോപ്രിനോയിഡ് ബേസ്ഡ് ഹൈഡ്രോ കാർബൺ ആണ് ആക്ച്വലി നമ്മുടെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ആ കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ ആണ് നമുക്ക് കാണിച്ചേക്കുന്നത്. കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ അതിന്റെ മെജോറിറ്റി ഓഫ് പോർഷനും ഹൈഡ്രോഫോബിക് ആണ്. പക്ഷെ ആക്ച്വലി കൊളസ്ട്രോൾ ഒരു ആംഫിപ്പത്തിക് മോളിക്യൂളാണ്. കാരണം എന്താ, അവരുടെ താഴെ ഒരു OH കണ്ടോ, ഈ OH, അത് മാത്രം എന്താണ്, ഹൈഡ്രോഫിലിക് ആണ്. ബാക്കി ഹോൾ പോർഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആയാലും ആ ഒരു ഹൈഡ്രോഫിലിക് പോർഷൻ വന്നത് കൊണ്ട് അവരൊരു ആംഫിപ്പത്തിക് മോളിക്യൂൾ ആണ്. ലിവർ സെൽസിനാണ് കൊളസ്ട്രോളിന്റെ സിന്തസിസും സ്ഥലങ്ങൾ നടക്കുന്നത്. കാരണം ബ്രേക്ക് ഡൗൺ ഒക്കെ അവിടെ ആണല്ലോ നടക്കുന്നത്. ലിവർ സെൽസിന്റെ ER-ലും സൈറ്റോപ്ലാസ്റ്റിലൊക്കെയാണ് കൊളസ്ട്രോളിന്റെ ബയോസിന്തസിസ് കംപ്ലീറ്റ് ആവുന്നതൊക്കെ വരുന്നത്. ഈ കൊളസ്ട്രോൾ എന്ന് നമ്മൾ പറയുമ്പോൾ കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടു അല്ലേ. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അനിമൽ സ്റ്റിറോയിഡ്സ് ആണ് നമ്മൾ പറഞ്ഞു. പ്ലാന്റ്സിൽ ഇതുപോലത്തെ സ്റ്റിറോയിഡ്സ് ഉണ്ട്. അതിനെ നമ്മൾ ഫൈറ്റോസ്റ്റിറോൾ അല്ലെങ്കിൽ സ്റ്റിഗ്മാസ്റ്റിറോൾ എന്ന് വിളിക്കും. ഈസ്റ്റിലാണെങ്കിൽ അവരെ എർഗോസ്റ്റിറോൾ എന്ന് വിളിക്കും. ബാക്ടീരിയയിൽ ആക്ച്വലി സ്റ്റിറോയിഡ് ലൈക്ക് കോമ്പൗണ്ട് ആണുള്ളത്. സ്റ്റിറോയിഡ്സ് ആബ്സെന്റ് ആണ്. സ്റ്റിറോയിഡ് ലൈക്ക് ആയിട്ടുള്ള ഓർഗൻ അല്ലെങ്കിൽ ഒരു തിങ്ങിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ഹോപ്പനോയിഡ്സ് എന്നാണ് ബാക്ടീരിയയിൽ പറയുന്നത്. ആക്ച്വലി അത് സ്റ്റിറോയിഡ് അല്ല, സ്റ്റിറോയിഡ് ലൈക്ക് കമ്പോണന്റ് ആണ്. അതുപോലെ തന്നെ ഈ കൊളസ്ട്രോള് നമ്മുടെ ബോഡിയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കൊളസ്ട്രോള് ചെന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കും ഇവിടെ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി ഇപ്പൊ കൊളസ്ട്രോൾ നമ്മുടെ ബോഡിക്ക് വേണോ? കാരണം വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വേസ്റ്റ് ആയിട്ടുള്ള സാധനം നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ആക്ച്വലി കൊളസ്ട്രോൾ നമുക്ക് വേണം. കാരണം ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം ഒരു ബഫർ ആയിട്ട് ആക്ട് ചെയ്യുന്നവയാണ്. കറക്റ്റ് ആയിട്ട് ഒരു റെഗുലേറ്ററി പ്രോപ്പർട്ടി ആണ് നമ്മുടെ കൊളസ്ട്രോൾ ചെയ്യണതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബോഡിയിലുള്ള മെംബ്രെയിൻ, മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് മെംബ്രെയിൻ തന്നെയാണല്ലോ. ആ മെംബ്രെയിനിന്റെ ഫ്ലൂയിഡിറ്റി, അതായത് നമ്മുടെ മെംബ്രെയിൻ ഒരു ജെൽ ലൈക്ക് സോളിഡ് ആയിട്ട് ആവാനും പാടില്ല, അതുപോലെ തന്നെ ലിക്വിഡ് ആയിട്ട് മാറാനും പാടില്ല. ലിക്വിഡായിട്ട് ഭയങ്കര ഫ്ലെക്സിബിൾ ആവാനും പാടില്ല. പക്ഷേ ഒരു ഇതിന്റെ ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആയിട്ട് ഒരു ഫ്ലൂയിഡിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വേണ്ടേ? അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഫ്ലൂയിഡിറ്റി കൂടിയാൽ അത് കുറയ്ക്കാനും കുറഞ്ഞാൽ അത് കൂട്ടാനും വേണ്ടിയിട്ട് കൊളസ്ട്രോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം കറക്റ്റായിട്ട് ആ മെംബ്രെയിൻ സ്ട്രക്ചർ റെഗുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് പോയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, നമുക്ക് ഈ മെംബ്രെയിൻ പാസ് ചെയ്തിട്ട് വേണം ഓരോ മോളിക്യൂൾസ് ഒക്കെ സെല്ലിന്റെ ഉള്ളിലേക്ക് വരാനും അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാനും. പ്രോട്ടീൻസ് ആയാലൊക്കെ അങ്ങനെ വേണം. അപ്പൊ അവര് കറക്റ്റ് ആയിട്ട്, എന്നാൽ എല്ലാവരും കടത്തി വിടാനും പാടില്ല. സെമി പെർമിയബിൾ ആണല്ലോ മെംബ്രെയിൻ. അപ്പൊ അങ്ങനെയൊക്കെ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും കൊളസ്ട്രോളിന്റെ ആവശ്യകതയുണ്ട്.
ഇത്രയും നമ്മൾ ക്ലാസിഫിക്കേഷനും കമ്പോണൻസ് ഒക്കെയാണ് പറഞ്ഞത്. ഇനി ബയോളജിക്കൽ ഫങ്ഷൻസിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു കുറേ ഡിഫറെന്റ് ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് എന്തായാലും ലിപ്പിഡ്സ് വേണം. നമ്മളിപ്പോൾ തന്നെ കുറേ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ കുറേ ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അതുപോലെ തന്നെ ഹെൽത്ത്ഫുൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലിപ്പിഡ്സിനെ വേണം. സ്റ്റോറേജ് ഫോം ഓഫ് എനർജിയാണ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് ഫോം ഓഫ് എനർജി ഏതായിരുന്നു? ട്രൈഗ്ലിസറൈഡ്സ്. ടാഗ് ഫോമിലാണ് സ്റ്റോറേജ് ഫോം ചെയ്യണേ നമ്മൾ പറഞ്ഞു. ഗ്ലൈക്കോജനേക്കാളൊക്കെ 6 മടങ്ങ് മോർ എനർജി ആക്ച്വലി ട്രൈഗ്ലിസറൈഡ്സ് വഴി നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് സെൽ മെംബ്രെയിൻ, ലിപ്പിഡ് ബൈലെയർ ഫോർമേഷൻ. അതാണ് നമ്മൾ ഇത്രയും നേരം ഇതിന്റെ ഒക്കെ എക്സാമ്പിൾ ആയിട്ട്, അതായത് ഓരോ ഇപ്പൊ ഫോസ്ഫാറ്റിഡൈൽ കൊളീനെ പറ്റി പറഞ്ഞപ്പോഴും അങ്ങനെ ഓരോ ഫോസ്ഫോലിപ്പിഡും ഏതിനെ കുറിച്ച് പറഞ്ഞാലും നമ്മൾ മെംബ്രെയിൻ വെച്ച് അസോസിയേറ്റ് ചെയ്താൽ പറഞ്ഞേക്കുന്നത്. കാരണം മെംബ്രെയിന്റെ മേജർ കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത് ആരാ? ലിപ്പിഡാണ്. ഈ പ്ലാസ്മ മെംബ്രെയിൻ ഒക്കെ നോക്കുവാണെങ്കിൽ ആക്ച്വലി അത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആയിട്ടാണ് ഇരിക്കുക. അതായത് അപ്പൊ അതിന്റെ ചെറിയൊരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിനൊന്ന് കറക്റ്റ് ആയിട്ട് അങ്ങ് വരയ്ക്കുവാണെങ്കിൽ ഇത് ഹെഡ് പാർട്ടും അതുപോലെ തന്നെ ടെയിൽ പാർട്ടും ഉണ്ട്. ഇതൊരു ലെയർ ഫോം ചെയ്യുന്നു, അതുപോലെ തന്നെ അടുത്ത ലെയറും ഉണ്ട്. അങ്ങനെയാണ്, അതാണ് നമ്മൾ ബൈലെയർ എന്ന് വിളിക്കാൻ കാരണം. ഇങ്ങനെ 2 ലെയർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണം കിങ് ഫോം ചെയ്തേക്കുന്ന കിങ് ഉള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും ഒരെണ്ണം സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉള്ള ടെയിലാണ്. അതാണ് ഒരെണ്ണത്തിന് സ്ട്രെയിറ്റ് ആയിട്ടും ഒരെണ്ണത്തിന് കിങ് ആയിട്ട് ഒന്ന് വളച്ച് വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിപ്പോ നമ്മുടെ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇതതിന്റെ ഔട്ടർ പോർഷനും അതുപോലെ തന്നെ ഇതതിന്റെ ഇന്നർ പോർഷനുമായിട്ട് നമുക്ക് പറയാലോ. അപ്പൊ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ്. ഔട്ടർ ലീഫ്ലെറ്റും ഉണ്ട്, ഇന്നർ ലീഫ്ലെറ്റും ഉണ്ട് നമുക്ക് പറയാം. ഈ ഔട്ടർ ലീഫ്ലെറ്റിലും ഇന്നർ ലീഫ്ലെറ്റിലുമായിട്ട് കുറേ അധികം ഫോസ്ഫോലിപ്പിഡ്സും ഗ്ലൈക്കോലിപ്പിഡ്സ് അറ്റാച്ച്മെന്റും ഒക്കെ ഉണ്ട്. അതിൻ്റെ ആ പിക്ചറിലേക്ക് വരുവാണെങ്കിൽ ഈ കാണുന്നത് ആ റെഡ് കളറിൽ കാണിച്ചേക്കുന്ന സാധനങ്ങൾ ബൈലെയർ ഫോർമേഷൻ നടന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ലേ? അതൊക്കെ എന്താണ്? ആ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിലൊക്കെ ആരാ ഇരിക്കുന്നത്? ഫോസ്ഫോലിപ്പിഡ്സ് ആണ് ഇരിക്കുന്നത്. ഫോസ്ഫാറ്റിഡൈൽ കൊളീൻ, ഇനോസിറ്റോള്, ഫോസ്ഫാറ്റിഡൈൽ സെറീൻ, ഫോസ്ഫാറ്റിഡൈൽ എത്തനോളാമീൻ, ഫോസ്ഫാറ്റിഡൈൽ കൊളീൻ പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഇനി ഗ്ലൈക്കോലിപ്പിഡ് പോലെയുള്ള സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ ഗ്ലോബോസൈഡ്, ഗാംഗ്ലിയോസൈഡ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതിനകത്തുള്ള ഗ്ലൈക്കോലിപ്പിഡ്സുകളൊക്കെ അറ്റാച്ച്മെന്റ് കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച്മെന്റ് വഴി ഗ്ലൈക്കോലിപ്പിഡ്സ് പ്രസന്റ് ആണ്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിപ്പിഡ്സ് വെച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ ആര് ഫോം ചെയ്തിരിക്കുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ ഫോം ചെയ്തിരിക്കുന്നത്. ലിപ്പിഡ്സ് എന്ന് പറയുന്നത് പല കോമ്പൗണ്ട്സിന്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കൊളസ്ട്രോൾ ബയോസിന്തസിസ്. ഈ കൊളസ്ട്രോൾ ബയോസിന്തസിസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർമീഡിയറ്റ്സ് എന്തായാലും ഫോം ചെയ്യുമല്ലോ കൊളസ്ട്രോൾ സിന്തസിസിന്റെ സമയത്ത്. അന്നേരം അവിടെ ഫോം ചെയ്യുന്ന ഒരാളാണ് ഫാർനസൈൽ പൈറോഫോസ്ഫേറ്റ്. ആ ഫാർനസൈൽ പൈറോഫോസ്ഫേറ്റിൽ നിന്നാണ് ആക്ച്വലി ഹീം, വൈറ്റമിൻസ്, പിന്നെ ക്ലോറോഫില്ല്, ഡോളിക്കോൾ പോലെയുള്ള കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഹീം എന്നൊക്കെ പറയുന്നത് ഹിമോഗ്ലോബിൻ ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഹീം ഒക്കെ വേണമല്ലോ, ബ്ലഡ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ബ്ലഡിലെ ഓക്സിജൻ ക്യാരിങ് ആളായിട്ടുള്ള ഹിമോഗ്ലോബിൻ ഫോം ചെയ്യണമെങ്കിൽ ഹീം എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യണം. അപ്പൊ അതിന്റെയൊക്കെ പ്രിക്കേഴ്സർ ആയിട്ട് ആക്ച്വലി ഈ കൊളസ്ട്രോളിന്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ഫാർനസൈൽ പൈറോഫോസ്ഫേറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി കൊളസ്ട്രോളിനെ നോക്കിയാലോ, കൊളസ്ട്രോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നാണ് വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത്, ബൈൽ സാൾട്സ് ഉണ്ടാകുന്നത്, കൂടാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെഡ്ജ് ഹോഗ് പോലെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാകുന്നത് കൊളസ്ട്രോൾ വഴിയാണ്. അപ്പൊ നമുക്ക് പറയാം സ്റ്റിറോയിഡ് പോലെയുള്ള ലിപ്പിഡ്സ് ഒക്കെ റോ മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാലോ. അപ്പം കൊളസ്ട്രോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തിനാ വെറുതെ ഉണ്ടാക്കണേന്ന് ചോദിച്ചായിരുന്നു. അപ്പോഴേ പറഞ്ഞായിരുന്നു ബഫറായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ എന്തുമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? അവരുടെ സിന്തസിസ് വഴി കുറേ പേരുടെ റോ മെറ്റീരിയൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പൊ സെക്സ് ഹോർമോൺസ്, ബൈലാക്സസ്, വൈറ്റമിൻസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും കൊളസ്ട്രോൾ വേണ്ടേ? മാത്രമല്ല ഈ വൈറ്റമിൻസ് ഒന്നും ഉണ്ടാക്കാതെ നമുക്ക് പറ്റില്ല. എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയല്ലേ വൈറ്റമിൻസും. അപ്പൊ വൈറ്റമിൻ ഡി, ഇ, കെ അവരൊക്കെ ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. വാട്ടർ സോലുബിളും ലിപ്പിഡ് സോലുബിൾ വൈറ്റമിൻസും ഒക്കെ ഉണ്ടല്ലോ. വൈറ്റമിൻസ് എ, ഡി, ഇ, കെ ആണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അവയൊക്കെ തന്നെ എന്തുവഴി ഉണ്ടാകുന്നത്? ഈ കൊളസ്ട്രോൾ ബയോസിന്തസിസിന്റെ അവിടെ നിന്ന് വരുന്ന പ്രിക്കേഴ്സർ മോളിക്യൂൾസിൽ നിന്നൊക്കെയാണ് അവർ ഉണ്ടായി വരുന്നത്. ദെൻ ഇവര് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻസൈംസ് ആക്ടിവേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാം. നമുക്ക് എൻസൈം ഒക്കെ റിയാക്ഷൻ ഒക്കെ നടക്കെങ്കിൽ ആ എൻസൈമിനൊരു ആക്ടിവേഷൻ കിട്ടുന്നുണ്ട്.
കിട്ടണമല്ലോ. ഇപ്പൊ നമ്മൾ മിക്ക എൻസൈംസും പ്രോ ഫോമിലായിരിക്കും ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഇപ്പൊ പ്രോ ഇൻസുലിൻ ആക്കുന്നു, അങ്ങനെയൊക്കെ ഓരോ എൻസൈംസിന്റെ ആക്ടിവേഷന് വേണ്ടിയിട്ട് ആക്ച്വലി ലിപ്പിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗനിനെ ഡാമേജിനൊക്കെ, മെക്കാനിക്കൽ ഡാമേജിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം മെംബ്രെയിൻ ഫോർമേഷൻ ഇവർ വരുന്നുണ്ട്. അത് കൂടാതെ ഒരു ഇൻസുലേഷൻ പോലെ ഇവർ ഓരോ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. Then involved in oxidative metabolism, phosphorylation, decarboxylation, methylation, different types of processes ഇവരുടെ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഹീറ്റ് ഇൻസുലേറ്റേഴ്സിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് ഇപ്പൊ അഡിപ്പോസൈറ്റ്സ് ഫാറ്റ് ഡെപ്പോസിഷൻ ഒക്കെ നടന്നിരിക്കുന്നത് കൊണ്ട് അഡിപ്പോസൈറ്റ്സിലൊക്കെ സബ്ക്യൂട്ടേനിയസ് ലെയർ ഫോർമേഷൻ ഒക്കെ നടന്ന് തെർമൽ ഇൻസുലേറ്റേഴ്സ് ഒക്കെ നമുക്ക് ടെമ്പറേച്ചറിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കോൾഡ് ടെമ്പറേച്ചറിനൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി അവർ ഇൻസുലേറ്റേഴ്സ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇത് കൂടാതെ ഇനിയും കുറെ ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ മേജർ ആയിട്ട് പറയുന്ന ഫങ്ഷൻസ് ഇതൊക്കെയാണെന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ലിപ്പിഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, വൈറ്റമിൻസ്, ന്യൂക്ലിയോടൈഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് മെജോറിറ്റി ഓഫ് നമ്മുടെ ബോഡീനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ബയോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതിനകത്തായിട്ടുള്ള ഒരു മേജർ ആള് തന്നെയാണ് ആര്? ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. പക്ഷെ എന്ത് വേണം? അതിന് റെഗുലേറ്റഡ് മാനറിൽ തന്നെ നമുക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അതിപ്പോ നമ്മൾ എന്തായാലും ഇപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ സ്റ്റാർച്ച് സെല്ലുലോസ്, നമുക്ക് ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ച് അതിൽ നിന്ന് എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഗ്ലൂക്കോസ് കിട്ടാൻ വേണ്ടി നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡൊക്കെ കഴിക്കണം. പക്ഷെ എന്നാലും അത് കൂടിക്കഴിഞ്ഞാൽ, ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ ഷുഗർ വരും എന്നൊക്കെ പറയുന്ന പോലെ, ഡയബറ്റിക്സ് ഒക്കെ ആയി പോകുന്ന പോലെ തന്നെ ലിപ്പിഡ്സിന്റെ കേസിലും എന്തുണ്ട്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സ്, പിന്നെ കൊളസ്ട്രോൾ കൂടിക്കാൻ അതെറോസ്ക്ലെറോസിസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് നമ്മൾ പഠിച്ചു. ഇനി കൊളസ്ട്രോൾ കൂടിക്കാൻ അതെറോസ്ക്ലെറോസിസിലേക്ക് പോണേക്കാൻ മുന്നേ തന്നെ ബ്ലഡ് കൊളസ്ട്രോൾ ഇൻക്രീസ്, നമ്മൾ LDL കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്താ, നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയ കൊളസ്ട്രോൾ വന്നെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും എന്ത് സാധനമായാലും ഒരു റെഗുലേറ്റഡ് മാനറിൽ നമ്മൾ കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ ഇപ്പം നമ്മള് ഗ്ലൈക്കജനേക്കാളും കൂടുതൽ മടങ്ങ് എനർജി ഫാറ്റ് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞ സ്റ്റോറേജ് ഫോം വഴി കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ആ സ്റ്റോറേജ് ഫോം ഓഫ് എനർജി അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്, കൊഴുപ്പ് അടിഞ്ഞുകൂടാന്നൊക്കെ നമ്മൾ പറയില്ലേ. പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ എക്സർസൈസ് ഒക്കെ ചെയ്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ട് നമ്മൾ എക്സർസൈസും സാധനങ്ങളെല്ലാം ചെയ്തിട്ട് ആ കൊഴുപ്പിന്റെ എനർജിയും കൂടെ, ആ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഫാറ്റും കൂടെ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് യൂസ്ഫുൾ ആണ്. അല്ലാതെ നമ്മൾ വെറുതെ കുത്തിയിരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ലെന്ന് പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ട് ഓരോന്ന് ചെയ്യണം എന്തായാലും. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.